ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ഏതായിരുന്നു? ടി ആൻഡ് എഫ് അല്ലെ. ഡി ആൻഡ് എഫില് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലെ, ഇപ്പൊ ഒരു കുറച്ച് ഗ്യാപ്പ് ആയല്ലേ, കുറച്ച് ദിവസമായില്ലേ, അതുകൊണ്ട് നമുക്ക് ഡി ആൻഡ് എഫും കോർഡിനേഷൻ കോമ്പൗണ്ട് ഉള്ളൂ അല്ലെ, ഓർത്ത് നോക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ ഡി ആൻഡ് എഫും കോർഡിനേഷൻ കോമ്പൗണ്ട് റിവിഷൻ വിത്ത് സ്റ്റഡി ആയിട്ട് തന്നെ പോണേ. അവിടെ നിന്നാണ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്കാണ് ബാക്ക് എടുത്ത് പോകുന്നത്, റിവിഷൻ വിത്ത് സ്റ്റഡി കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ അതുകൊണ്ട് ഞാൻ ചോദിക്കും ഇൻഡിവിജ്വലി എന്നാലേ കിട്ടുള്ളൂ. ഡി ആൻഡ് എഫില് നമ്മൾ ആദ്യം ചെയ്തത് എന്തായിരുന്നു? ആ പീരിയോഡിക് ടേബിൾ ഫുള്ള് വരച്ചു. അതിന്റെ അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ഡി ബ്ലോക്ക് മുഴുവൻ വരച്ചു. അതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ മെൻഷൻ ചെയ്തു. ഞാൻ പറഞ്ഞു ഇതിൽ ഏകദേശം 11 ടോപ്പിക്സ് ഉണ്ട്. അത് കിട്ടണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒറ്റ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് അതിലുള്ള ഈ 11 ടോപ്പിക്സിൽ ഏകദേശം ഒരു 6 ടോപ്പിക് ഡയറക്റ്റ് ലിങ്കിങ് ആണ് ആ ഒരൊറ്റ വേർഡിൽ. മനസ്സിലായി? ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് ഡി ആൻഡ് എഫ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ അതിന് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ സമയം എടുത്ത് പറഞ്ഞത്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിലുള്ള വരെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. കാരണം പുതിയ ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും ദിവസം ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടായി അല്ലേ. നിങ്ങൾ നല്ല കുട്ടികളാണ്, പഠിക്കുന്നതൊക്കെ അറിയാം. എന്നാലും ആരെങ്കിലും ഒക്കെ ഒരാൾ വിട്ടിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം കേട്ടോ, ഓർത്ത് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത് കണ്ടന്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാണ്. സ്കാൻഡിയം എത്രയായിരുന്നു ആറ്റമിക് നമ്പർ? 21. ദെൻ ടൈറ്റാനിയം, പിന്നെന്തായിരുന്നു? വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. കോപ്പർ 29, സിങ്ക് 30 കേട്ടോ, ഓർത്ത്. ഇവിടെ സിങ്ക് ഉണ്ട്. ചില ആൾക്കാർക്ക് ഇത് കാരണം കാണാനായിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് തൊട്ട് ഇവിടെയും വരെ കറക്റ്റ് ആയിട്ടുണ്ട് അല്ലെ, ഓർത്ത് നോക്കുക. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് കിട്ടണം. നമ്മൾ മാറ്റി നേരെയാക്കി വെച്ച് ചെറുതാക്കി വരാം. എല്ലാവരോടും ചോദിക്കോട്ടോ, അതുകൊണ്ട് പഠിച്ചു വെക്കണം. പുതിയ ആൾക്കാരായാലും ആരായാലും ഇത് പഠിച്ച കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ ത്രെഡ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇത് 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇനി ഞാൻ പറഞ്ഞു ഇതില് താഴേക്ക് ഇത് 3D സീരീസ് ആണ് അല്ലെ. 3D സീരീസ് ആണ് ആക്ച്വലി വരുന്നത്. 3D സീരീസ് ആണ്. അപ്പോ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം. ഒപ്പം നമുക്ക് 2 ഫാമിലീസുകൾ അറിയണം. ഏതൊക്കെ ഫാമിലി അറിയണ്ടേ? ക്രോമിയം. ഇവിടെ എന്താ പഠിക്കണ്ടേ? ക്രോമിയത്തിന്റെ തൊട്ട് താഴെ മോളിബ്ഡിനം കേട്ടോ, ഓർത്ത് നോക്കുക. എന്തൊക്കെയായിരുന്നു? മോളിബ്ഡിനം. ഇതിന്റെ തൊട്ട് താഴെ ടങ്സ്റ്റൺ. എന്താ പറയുന്നത്? ടങ്സ്റ്റൺ. ഇനി ഓർത്ത് നോക്കുക, കോപ്പർ ഫാമിലി അറിഞ്ഞിരിക്കണം. കോപ്പർ എന്തായിരുന്നു? കോപ്പറിന്റെ തൊട്ട് താഴെ കേട്ടോ, ഓർത്ത് നോക്കുക. 2 ആൾക്കാർ പറഞ്ഞുണ്ട്, AG, AU കേട്ടോ. AG എന്ന് പറഞ്ഞാൽ സിൽവർ, AU ഗോൾഡ് കേട്ടോ, ഓർത്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് സിങ്ക്. സിങ്കിന്റെ തൊട്ട് താഴെ കാഡ്മിയം. ഇവിടെ എന്തായിരിക്കും? മെർക്കുറി, HG കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ AG എന്ന് പറഞ്ഞാൽ AG സിൽവർ കേട്ടോ. AG എന്തായിരുന്നു? സിൽവർ. AU എന്താണ്? AU ഗോൾഡ് കേട്ടോ, ഓർത്ത് നോക്കുക. AU എന്താണ്? ഗോൾഡ്. CD എന്താണ്? കാഡ്മിയം കേട്ടോ, ഓർത്ത് നോക്കുക. HG മെർക്കുറി കേട്ടോ, ഓർത്ത് നോക്കുക. കിട്ടണം. ദെൻ ഇതില് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അൺപെയ്ഡ് ഇലക്ട്രോൺസും നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, സ്കാൻഡിയം എന്ന് പറഞ്ഞാൽ 4s2 3d1. ടൈറ്റാനിയം അപ്പൊ എന്തായിരിക്കും ഓർഡറിൽ പറഞ്ഞത്? 4s2 3d എന്തായിരിക്കും? 2. അടുത്ത എന്തായിരിക്കും? 4s2 3d3 കണ്ടോ. അപ്പൊ അതെങ്ങനെ കൂടുകയാണ്. ഇനി ഓർത്ത് നോക്കുക, ക്രോമിയവും കോപ്പറും എക്സെപ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ കളറിൽ എഴുതാം. എന്തായിരിക്കും അവിടെ വരുന്നത്? 4s1 3d5 കണ്ടോ. എന്ന് പറഞ്ഞാൽ 4s2 3d4 ആണ്. പക്ഷെ അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്യും. അപ്പൊ എന്താവും അല്ലെ? 4s1 3d5. എന്തിനു വേണ്ടിയിട്ടാണ് ജമ്പ് ചെയ്ത്? വെറുതെ ഇരുന്നാ പോരെ? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. കംപ്ലീറ്റ്ലി ഹാഫ് ഫിൽഡ് ആയാൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടും. കംപ്ലീറ്റ്ലി ഹാഫ് ഫിൽഡ് ആയാൽ സ്റ്റെബിലിറ്റി കൂടും. അങ്ങനെ സ്റ്റെബിലിറ്റി കൂടും വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ആവുന്നത്. ഇനി അടുത്ത എന്തായിരുന്നു? മാംഗനീസ്. മാംഗനീസ് ഒക്കെ കറക്റ്റ് ഓർഡർ ആണ്.
എന്തായിരുന്നു 4:3D6. അടുത്ത എന്തായിരിക്കും 4:3D7. അടുത്ത എന്തായിരിക്കും 4:3D ഇല്ല സോറി കേട്ടോ, ഇത് 5 കേട്ടോ. 4:3D5. ഇതെന്ത് വരും 4:3D6 കേട്ടോ. ഈ രണ്ട് ഫാമിലി ഒഴിച്ച് ബാക്കിയെല്ലാം ഇങ്ങനെ നോക്കിയാൽ മതി. 7 വന്നാൽ ഇവിടെ 3D7 കേട്ടോ, ഓർത്ത് നോക്കാം. നിക്കൽ 28. അപ്പൊ എന്ത് വരും 4:3D8 കേട്ടോ, ഓർത്ത് നോക്കാം. കോപ്പർ ഫാമിലിക്ക് വ്യത്യാസം ഉണ്ടാവും. എന്തായിരിക്കും കോപ്പർ ഫാമിലിയിൽ വരുമ്പോ 4s1 3D10 കേട്ടോ, ഓർത്ത് നോക്കാം. 4s1 3D10 കംപ്ലീറ്റ്ലി ഫിൽഡ് ആയാൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഡിയിലേക്ക് തരും, എസ് നിന്ന് ഒരു ഇലക്ട്രോൺ ഡിയിലേക്ക് തരും. അങ്ങനെയാണത് ചെയ്യുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഇവിടെ നോക്കാം, ലാസ്റ്റത്തത് എന്തായിരുന്നു ആക്ച്വലി 4s1 4s2 3D10 കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഈ ബ്ലാക്കിൽ എഴുതിയേക്കുന്ന രണ്ട് എക്സെപ്ഷൻ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം, കാരണം ഈ ചാപ്റ്ററിലെ ആദ്യത്തെ 11 ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഈ ഫ്രെയിമും ഇതാണ് ആ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ 11 ടോപ്പിക്സും ക്വസ്റ്റിനും ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് എന്തായാലും കഴിവ് വേണം, ഇപ്പൊ ഉണ്ടോ അല്ലെങ്കിൽ എഴുതി വേഗം എടുത്തേക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും ടൈം എടുത്തതാ. അപ്പോൾ ഇത് വേണം നിങ്ങളുടെ കയ്യിൽ കേട്ടോ, കാരണം ഇത് കുറച്ച് മാച്ച് കളയും. അതിന്റെ ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. ഓക്കെ, വേഗം റഫായിട്ട് വേഗം എടുത്തെഴുതാം കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 5 ബോക്സ് ആണ് ഡി അല്ലെ. ഓർബിറ്റൽ എന്നാണ് ഈ ഓരോ ബോക്സിനെ വിളിക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ 3D1 എന്ന് പറഞ്ഞത് ഇവിടെ 1 ഇലക്ട്രോൺ. അപ്പൊ എത്രയായിരിക്കും അൺപെയ്ഡ് ഇലക്ട്രോൺ 1 അൺപെയ്ഡ് ഇലക്ട്രോൺ കണ്ടോ, ഓർത്ത് നോക്കി. ഇതാണ് 1. ഇനി നോക്കുക 3D2 എത്ര അൺപെയ്ഡ് വരും 2. 3D3 എത്ര അൺപെയ്ഡ് വരും 3. 3D5 എത്ര അൺപെയ്ഡ് വരും 5. 3D5 വീണ്ടും 5 അൺപെയ്ഡ് വന്നു, 5 അൺപെയ്ഡ്. ഇനി നോക്കാം 3D6 എത്ര അൺപെയ്ഡ് വരും 3D6 എത്ര അൺപെയ്ഡ് വരും അവിടെ പറഞ്ഞു 4 വരും കണ്ടോ, ഓർത്ത് നോക്കാം. അതെങ്ങനെയാ വരുന്നത് 3D6 എന്ന് പറയുമ്പോ 6 എന്ന് പറയുമ്പോ ഇങ്ങനെ കണ്ടോ ഫില്ലായി. ഇതിൽ പെയർ അല്ലാത്ത എത്ര എണ്ണം ഉണ്ട് 4 എണ്ണം കണ്ടോ, അതാണ് ഇവിടെ. അപ്പൊ ഇവിടെ എത്തുമ്പോ ഇത് 4 അൺപെയർഡ് ആയി കണ്ടോ, ഓർത്ത് നോക്കാം. 3D7 എന്ന് പറയുമ്പോൾ കണ്ടോ ഒരെണ്ണം കൂടി പെയർ ആയി. അപ്പൊ ഇനി എത്ര ഉള്ളൂ 3 കണ്ടോ, ഓർത്ത് നോക്കാം. 3D8 എന്ന് പറയുമ്പോൾ ഇവിടെയും കൂടി പെയർ ചെയ്തു. അപ്പൊ എത്രയായി 2 കണ്ടോ, ഓർത്ത് നോക്കാം. 2 അൺപെയർഡ് വന്നു, ഇവിടെ 2 ആയി. 3D10 എത്രയായിരിക്കും 0 അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ഡിയില് അൺപെയ്ഡ് ഇലക്ട്രോൺ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് 0 0 ഉണ്ടോ. ഓക്കെ, അപ്പോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺപെയ്ഡ് എന്തായി മാറി 0 ആയി മാറി. ഇത്രയും ബേസിക്കലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ ടോപ്പിക്കുകളെല്ലാം എളുപ്പമായിട്ട് പോകും കേട്ടോ, ഓർത്ത് നോക്കാം. കാരണം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും പാസ്റ്റ് ഇയർ ഒക്കെ നമുക്ക് ചെയ്ത് പഠിച്ച് തന്നെ പോകേണ്ടതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ട് അറിയണം, ഫാക്ട് കറക്റ്റ് ആയിട്ട് തന്നെ അറിയണം കേട്ടോ, ഓർത്ത് നോക്കാം. ആർക്കെങ്കിലും ഈ ടോപ്പിക്കിൽ അറിയാം തിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക, ഇപ്പൊ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, ക്രിസ് അവിടെ നിന്ന് തൊട്ട് തുടങ്ങാം അല്ലെ, പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഗുഡ്, വേഗം ഒന്നും പറഞ്ഞു. ഓക്കെ, ഞാൻ റാൻഡ് ആയിട്ട് ചോദിക്കുമ്പോൾ വേഗം കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കാം. ക്രോമിയം അൺപെയ്ഡ് ഇലക്ട്രോൺ 5 അൺപെയ്ഡ് അല്ലേ, വെരി ഗുഡ്. നെക്സ്റ്റ് വനേഡിയം 3 അല്ലെ, മിക്കവരും കിട്ടുന്നുണ്ടല്ലോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത ആള് ഫുൾ എന്ന് പറഞ്ഞു, പേര് മാത്രം പറഞ്ഞാൽ സ്കാൻഡിയം, ടൈറ്റാനിയം അങ്ങനെ. അയൺ സിങ്ക് കണ്ടോ, ഓർത്ത് നോക്കാം. വെക്കേഷൻ മുഴുവനും അല്ലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട് കുറിച്ച് കേട്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ടാണ് വന്നേക്കുന്നത്. നാളെ എക്സാം അല്ലേ. എന്നിട്ട് എന്താ പറയാ ചോദിക്കാഞ്ഞേ, ഹൃതിക്ക് വന്നിട്ടില്ല. ഹൃതിക്ക് എൻ്റെ അടുത്ത് ഓൺലൈനിലേക്ക് വിളിച്ച് ഡൗട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. എന്താണ് തനിയെ പഠിക്കണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചേക്കായിരുന്നു. എന്തായി പഠിത്തം? എന്താ സൊല്യൂഷൻ പഠിക്കാത്ത? ഹൃതിക്കും സൊല്യൂഷൻ ആയിരുന്നു ചോദിച്ചത്. എന്നിട്ട് ഓൺലൈനിൽ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തു. ഇനി ഇല്ല, നാളെ എക്സാം അല്ലേ നിങ്ങക്ക്? എക്സാം അല്ലേ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ തന്റെ കാര്യം ആലോചിച്ചു. നന്നായി, ഭയങ്കര പഠിത്തമെന്നാ പറഞ്ഞ ഹൃതിക്.
പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. നാളെ എക്സാം അല്ലേ? സൊല്യൂഷൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല കേട്ടോ. ഹെൻറീസ് ലോ പഠിക്കുക, റോൾസ് ലോ, മൊളാലിറ്റി അങ്ങനെ ആ മാത്സിന്റെ മാത്രം ക്ലിയർ ചെയ്യുക. പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. എങ്ങനെയാണ് അത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ എന്നുള്ളത് നോക്കുക കേട്ടോ. ആ പ്രോബ്ലം ഈസിയാണ്. പിന്നെ ചെയ്യണം. മാത്സ് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ടില്ലോ. മാത്സിന്റെ ഇക്വേഷൻ പഠിച്ചല്ല, സൊല്യൂഷന്റെ ഇക്വേഷൻസ് പഠിച്ച, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 ഇക്വേഷൻ അതിന്ന് ചോദിക്കുള്ളൂ മെയിൻ ആയിട്ട്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടോ ഓർത്ത് നോക്കാം. നമ്മൾ പറഞ്ഞു കൊടുത്തേ. ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ അതിന്റെ. പി നോട്ട് മൈനസ് പി ഡിവൈഡ് ബൈ പി നോട്ട് ഈക്വൽ ടു x2. പിന്നെന്തായിരുന്നു? ഡെൽറ്റ ടി ബി സി ഈക്വൽ ടു എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കെ ബി ഇൻറ്റു എം. അത്രയല്ലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് 4 എഴുതിയിട്ട് നിങ്ങൾക്ക് 10 പ്രാവശ്യം വെച്ച ഒരു ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ അത് നോക്കുക, ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇംപ്ലിമെന്റ് ചെയ്യണ സമയത്ത് സോല്യൂട്ട് ഏതാണ് അതൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ കേട്ടോ. വേഗം പഠിക്കാൻ പറ്റാവുന്ന ഒരു ചാപ്റ്റർ, മാർക്ക് പോവില്ല കേട്ടോ. നോക്കണം കേട്ടോ. ഇത് എഴുതിയോ? ചാപ്റ്റർ കഴിഞ്ഞോട്ടെ കേട്ടോ. ഇതൊക്കെ ഞാനൊരു 50 പ്രാവശ്യമെങ്കിലും ഒക്കെ പറയിപ്പിക്കും, കിട്ടിയാലും ഇല്ലെങ്കിലും. റിവേഴ്സ് ചെയ്ത് ക്രോസ് ചെയ്ത് അങ്ങനെയൊക്കെ കേട്ടോ ഓർത്ത് നോക്കാം. അതിന്റെ ക്വസ്റ്റൻസ് ഒക്കെ വേഗം. കാരണം ഇതൊക്കെ ഇതേ ഉള്ളൂ. നമുക്ക് ആകെ കൂടി ഞാൻ പറഞ്ഞല്ലോ, ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയും ആ ബാക്കി ചാപ്റ്ററും കൂടി വരുന്ന ഒരു ചെറിയൊരു ഏരിയ, ആ ഒരു ഏരിയയിൽ മാത്രം ടഫ് ക്വസ്റ്റൻസ് അവർക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഓർത്ത് നോക്കാം. ഇത്രയും പേര് എഴുതി അല്ലേ? ഒത്തു നോക്കാം. ഇനി മോളിബ്ഡിനം കേട്ടോ. MO മോളിബ്ഡിനം, W ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ ഒക്കെ അറിയാലോ, ഇൻകാൻഡസെന്റ് ബൾബുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ എന്ന് പറയുന്നത് കേട്ടോ ഓർത്ത് നോക്കാം. AG സിൽവർ, AU ഗോൾഡ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് എഴുതിയൊക്കെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നീട് നോക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. CD കാഡ്മിയം, HG മെർക്കുറി. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇത് വളരെ ക്രോസ് ചെയ്തൊക്കെ പറഞ്ഞാണ്. ഈ അൺപെയ്ഡും ഇത്രയും അറിഞ്ഞു വെക്കുക. ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ആദ്യത്തെ ടോപ്പിക് എന്തായിരുന്നു? ട്രാൻസിഷൻ എലമെന്റ് അല്ലെ? ട്രാൻസിഷൻ എലമെന്റ്. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയായിരുന്നു. എന്തായിരുന്നു പറയുന്നത്? ഇൻകംപ്ലീറ്റ്ലി ഫിൽ ഡി ഓർബിറ്റൽ ഇൻ ജനറൽ സ്റ്റേറ്റ് ഓർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ജനറൽ സ്റ്റേറ്റ് ഓർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ്. അത് കഴിഞ്ഞിട്ട് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓർ ഗ്രൗണ്ട് സ്റ്റേറ്റ് കേട്ടോ ഓർത്ത് വെക്കാം. അപ്പൊ ഇതാണ് ആദ്യം പറഞ്ഞ ടോപ്പിക്. രണ്ടാമത്തെ ടോപ്പിക്കും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഫിസിക്കൽ പ്രോപ്പർട്ടി മെയിൻ 3 കാര്യങ്ങളാണ് വരുന്നത്. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ആറ്റമൈസേഷൻ എന്താൽപ്പി. എന്ന് പറഞ്ഞേ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ആറ്റമൈസേഷൻ എന്താൽപ്പി. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ടോപ്പിക് ആണ്. ഒന്നുകൂടി പറഞ്ഞേ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ആറ്റമൈസേഷൻ എന്താൽപ്പി. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് മിഡിലേക്ക് വരുമ്പോൾ കൂടും എന്നിട്ട് കുറയും. വൈ? ഇതാണ് ചോദ്യം. എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, മാംഗനീസ് ഓർ നിക്കൽ which is stronger element and why? കണ്ടോ, മാംഗനീസ്. എന്തുകൊണ്ടാ? അൺപെയ്ഡ്. അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്ററാറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്, മെറ്റാലിക് ബോണ്ട് സ്ട്രോങ്. മെറ്റലും തമ്മിലുള്ള അട്രാക്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? മെറ്റലും തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് വിളിക്കും? മെറ്റാലിക് ബോണ്ട് കേട്ടോ ഓർത്ത് നോക്കാം. മെറ്റലും തമ്മിലുള്ള അട്രാക്ഷൻ ആണ് മെറ്റാലിക് ബോണ്ട്. അപ്പൊ ആ മെറ്റാലിക് ബോണ്ട് സ്ട്രോങ്ങർ ആകും മിഡിലെത്തുമ്പോ. കണ്ടോ? അങ്ങനെ വരുമ്പോ മിഡിൽ ഉള്ള ആൾക്കാർ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള എലമെന്റുകളായിരിക്കും കേട്ടോ ഓർത്തുക. ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടങ്സ്റ്റൺ ഹൈയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്. വൈ? ഇതായിരിക്കും ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് പറയും? ടങ്സ്റ്റൺ എക്സിസ്റ്റിൻ എത്ര അൺപെയ്ഡ് ഉണ്ട്? 5. ഈ ഗ്രൂപ്പിന് അതാണ് മനസ്സിലായി. ഇനി ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുമ്പോൾ ഇത് 3d5 അല്ലേ? ഇതെന്തായിരിക്കും? 4d5. ഇതെന്തായിരിക്കും? 5d5. ഒന്നുകൂടി പറഞ്ഞേ, ഇത് 3d5 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മൾ അത് കണ്ട പോലെ എഴുതും. ടങ്സ്റ്റൺ എലമെന്റ് കണ്ടെയ്നിങ് എത്ര അൺപെയ്ഡ് ആണ്? 5 അൺപെയ്ഡ് ഇലക്ട്രോൺ. 5 അൺപെയ്ഡ് ഇലക്ട്രോൺ. സോ ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ എങ്ങനെയായിരിക്കും?
എങ്ങനെയായിരിക്കും അത് അല്ലെ? കെമിക്കൽ ഇന്ററാക്ഷൻ സ്ട്രോങ്, therefore മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ്. അപ്പൊ മിഡിലേക്ക് എത്തുമ്പോ ഇതെല്ലാനും കൂടും എന്നിട്ട് കുറയും. ആറ്റമൈസേഷൻ എന്താൽപ്പി. ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ടോപ്പിക്സ് ആയിട്ട് എഴുതി പോയേക്കുന്നത്. 2 ടോപ്പിക്സ്. ഇത് അങ്ങനെ വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇത് ക്രോമിയോ ആണോ മാംഗനീസ് ആണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ചെറിയ വേരിയേഷൻ ആണ്. അതിൽ ക്രോമിയോ ആണ് കൂടുതൽ. ശരിക്കും മാംഗനീസിന് ഒന്ന് കുറയുന്നുണ്ട്. അവിടെ എക്സെപ്ഷൻ ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. നോക്കാം. അപ്പോ അങ്ങനെ വരുന്ന ഒരു ടോപ്പിക്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഇത് ഇങ്ങനെ വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ആ ടോപ്പിക്കിൽ നിങ്ങളുടെ ബുക്കിൽ ഈ ചാപ്റ്റർ ഏറ്റവും ടഫ് ആവുന്ന അവിടെയാ. ഈ കമ്പാരിസൺ ഇല്ല. അവര് നേരെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ ഫാക്ട് ഇങ്ങനെ പറഞ്ഞു പോകും. ആ ഫാക്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ ചോദ്യം ഇതായിരിക്കും, മെർക്കുറി ലിക്വിഡ് വൈ, മെർക്കുറി ലിക്വിഡ് വൈ. മനസ്സിലാ? മെർക്കുറി എന്താ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, 0 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. മനസ്സിലായി? therefore എന്ത് വരും കേട്ടോ, ഓർത്ത് വെക്കാം. ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ സ്റ്റൈലല്ല ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലത്തും പറഞ്ഞിട്ട് ഓരോന്നിനും ഓരോ ക്വസ്റ്റ്യൻ പോലെയാണ്. അതുകൊണ്ട് ഇത് എളുപ്പമാണെങ്കിൽ ഈ വ്യൂവിൽ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ഈ വ്യൂവിലല്ല ടെക്സ്റ്റ് ബുക്കിൽ വന്നേക്കുന്നത്. ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 11 ടോപ്പിക്സ് എഴുതിയിട്ട് അതിനൊന്ന് കമ്പയർ ചെയ്തു. നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പാരിസൺ നോക്കി. അങ്ങനെ നോക്കിയപ്പോ നമുക്ക് വരുന്നൊരു പോയിന്റ് ഓഫ് വ്യൂ ആണിത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ ഇതിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ക്ലിയർ ആയിക്കാം. ചോദിച്ചു. മാംഗനീസിന് പക്ഷെ അതല്ല, അത് എക്സെപ്ഷൻ ആണത്. മനസ്സിലായി? എക്സെപ്ഷൻ ആയിട്ട് അത് എന്ത് ചെയ്യാണ്, കുറഞ്ഞു നിൽക്കുകയാണ് ആക്ച്വലി. എന്ന് പറയുന്ന സമയത്ത് ഇപ്പോ ഒരേ കാറ്റഗറിയിൽ വരുന്ന സമയത്ത് ചിലതിന് അതിന്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോകും. അപ്പൊ അത് എന്താണ്, ഓൾറെഡി ആ ഒരു എക്സെപ്ഷൻ ആയിട്ട് ഒരു എക്സ്പെരിമെന്റൽ വാല്യൂ കൊടുത്തിട്ട് പോയേക്കാണ്. ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അയാൾ ചോദിച്ചില്ലേ, ഇപ്പൊ ഇത് കുറയുന്നു ഇത് കൂടുന്നു അങ്ങനെ 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 കുറെ എക്സ്പ്രഷൻ കുറെ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ എല്ലാം കാണാതെ പഠിക്കേണ്ടി വരും. ഒരെണ്ണം കൂടുതൽ അത് കുറയും. ഇവര് അത് പറയണില്ല. ഞാൻ ഈ ഒബ്സർവേഷനില്ലേ അതെന്റെ ഒരു വ്യൂവിൽ എടുത്തേക്കുന്നതാണ്. അപ്പൊ ഒരു ജനറൽ ട്രെൻഡുകൾ നോക്കുമ്പോൾ ഇത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എളുപ്പമാണ് ആക്ച്വലി വരുന്നത്. മാംഗനീസ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവിടെ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. അത് പറയുന്നത് അവര് ഇത് സ്റ്റെബിലിറ്റി കൂടിയതുകൊണ്ട് അതിന് ഇന്ററാക്ഷൻ കുറവാണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആക്ച്വലി വരുന്ന സമയത്ത് ഇവിടെ കുറച്ചും കൂടി SC എടുക്കുമ്പോൾ വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇത്രയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഈ ചാപ്റ്ററിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. എനിക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക് അങ്ങ് എടുത്ത് കണ്ടന്റ് തീർത്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് എക്സാം ആണ്, നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓർഡറിൽ തന്നെ കൊണ്ടുവരണം കേട്ടോ. ഓർത്ത് നോക്കാം. അടുത്ത ടോപ്പിക് എഴുതി വെക്കാം കേട്ടോ. അയണൈസേഷൻ എന്താൽപ്പി. അപ്പൊ ഇവിടെ മുതലാണ് തുടങ്ങണം കേട്ടോ. അപ്പൊ ഇതിനു മുമ്പ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത് നിങ്ങൾക്കൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. അയണൈസേഷൻ എന്താൽപ്പി തേർഡ് ഹെഡിങ് ആണ് കേട്ടോ. അയണൈസേഷൻ എന്താൽപ്പി തേർഡ് ഹെഡിങ്. ഫസ്റ്റ് പോയിന്റ്, അയണൈസേഷൻ എന്താൽപ്പി generally increases from left to right. Ionization enthalpy generally increases from left to right. 11th third ചാപ്റ്ററിന്റെ പേര് പീരിയോഡിക് ടേബിൾ. അതിൽ പറയുന്ന കാര്യമാണ് ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ആ പോയിന്റ് ആണ് ആദ്യം എഴുതിയത്. അപ്പോ ജനറലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്കാൻഡിയത്തിൽ നിന്ന് സിങ്ക് വരെ എത്തുമ്പോൾ എന്ത് പറ്റും, അയണൈസേഷൻ എന്താൽപ്പി കൂടും. ഇതാണ് ആദ്യത്തെ ടോപ്പിക്. ഇനി വോളിയം അയണൈസേഷൻ എന്താൽപ്പി, അതാണ് അടുത്ത പോയിന്റ് എഴുതാൻ പോകുന്നത്. നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കുക. നെക്സ്റ്റ് ലൈനിൽ അയണൈസേഷൻ എന്താൽപ്പി എന്താണെന്ന് എഴുതാൻ പോവാണ്. ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു the amount of energy required to remove electron from the outermost valence electron. The amount of energy required to remove electron from the outermost valence orbital. Valence orbital കേട്ടോ. Valence orbital. അപ്പൊ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഔട്ടർമോസ്റ്റ് അല്ല, ലാസ്റ്റ് ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ എന്തായിരിക്കും ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി. സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? the amount of energy required to remove second last electron. കണ്ടോ? ഓർത്ത് നോക്കുക. ഇതാണ് അതിന്റെ മീനിങ്.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പിയും സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പിയും കമ്പാരിസൺ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. എഴുതി വെക്കുക. ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഹൈഫൺ, ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി hyphen, the amount of energy required to, the amount of energy required to the amount of energy required to remove last one electron, last one electron. അപ്പോൾ സെക്കൻഡ് അയണൈസേഷൻ എന്തായിരിക്കും കേട്ടോ. അടുത്ത ലൈനിൽ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്തായിരിക്കും? സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എഴുതാൻ പോകുന്നത് the amount of energy required to remove second last electron, the amount of energy required to, the amount of energy required to, the amount of energy required to remove second last electron, the amount of energy required to remove second last electron in the outermost shell. Okay. അപ്പോൾ നമ്മൾ അയണൈസേഷൻ എന്താൽപ്പിയുടെ ഡെഫിനിഷൻസ് എഴുതി. ആദ്യമേ ട്രെൻഡ് എഴുതി അല്ലെ, ഓർത്ത് നോക്കാം. ട്രെൻഡ് എഴുതി. ഇനി ഒരു പോയിന്റ് കൂടി എഴുതി കഴിഞ്ഞാൽ അതിൽ കുറേ ഇതുണ്ട്. ഇവിടെ തൊട്ട് ഇവിടെയും വരെ ഇങ്ങനെ കുറേ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിലെ മെയിൻ കാര്യങ്ങൾ അവിടെ തീരും. അത് കഴിഞ്ഞ പിന്നെ ക്വസ്റ്റൻ ആണ് ആക്ച്വലി കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഒരു പോയിന്റ് കൂടി എഴുതുകയാണ്. നെക്സ്റ്റ് പോയിന്റ്, ദ ഇറഗുലർ ട്രെൻഡ് ഇൻ the irregular trend in the first ionization enthalpy, the irregular trend in the first ionization enthalpy, the irregular trend in the first ionization enthalpy of the 3D metals, 3D metals എന്ന് പറയാൻ ഇതെല്ലാം 3D കാരാ അല്ലെ, of the 3D metals is due to removal of one electron, removal of one electron alter the relative energy of, alter the relative energy of 4s and 3D orbital, 4s and 3D orbital. എങ്ങനെ ചോദിച്ചു, റിപ്പീറ്റ് ചെയ്യാം. The removal of one electron alters the relative energy of 4s and 3D orbital, 4s and 3D orbital, 4s and 3D orbital. ഓക്കെ ആണോ വിഘ്നേഷ്? ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും, അയണൈസേഷൻ എന്താൽപ്പി കൂടും. അന്ന് പണ്ട് പഠിച്ചേക്കുന്ന ഓർമ്മയുണ്ട്. എന്തുകൊണ്ടായിരിക്കും ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസ് ചെയ്യുന്നത്? ഇൻ എ സെയിം ഷെൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. എങ്ങനെ പറയുന്നത്? ഇൻ സെയിം ഷെൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അടുത്തേക്ക് കൂടുതൽ എന്ത് വരും അല്ലെ, ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് കൂടുതൽ വരും. ഓർത്ത് നോക്കാം. അതെ, ഇതാണ് ഇലക്ട്രോൺ കേട്ടോ, ഓർത്ത് നോക്കാം. ഞാനാണ് ന്യൂക്ലിയസ്, എനിക്ക് ചുറ്റിനും ഇങ്ങനെ കടന്ന് കറങ്ങാണ് ആക്ച്വലി കണ്ടോ, ഓർത്ത് നോക്കാം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അഗ് എടുക്കാന്ന് തോന്നി അല്ലെ, ഓർത്ത് നോക്കാം. നിങ്ങൾ എടുത്തുകൊണ്ടുപോയി എന്ന് വിചാരിക്കാം അല്ലെ. അപ്പോ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയണൈസേഷൻ താല്പര്യം എന്തായിരിക്കും, ലോ ആണെന്ന് പറയും അല്ലെ, പെട്ടെന്ന് വരുന്നു. ഇയാള് ഇത്രയും ഡിസ്റ്റൻസിലാണ് ഈ ഇലക്ട്രോൺ
വരുന്നത് ഇത് ഇത്ര അടുത്താണെങ്കിൽ എന്ത് ചെയ്യും? ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്താ സൈസ് കുറയും. സൈസ് കുറഞ്ഞാൽ ഇയാൾക്ക് ഇനി ഒന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല. ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുമ്പോഴും അട്രാക്ഷൻ കൂടും. അട്രാക്ഷൻ കൂടുന്ന സമയത്ത് ഇയാൾക്ക് ആ എനർജി അല്ലെ കൂടുതൽ എനർജി യൂസ് ചെയ്യേണ്ടി വരും. അയനൈസേഷൻ എൻതാൽപ്പി കൂടും. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ പ്രോട്ടോണിന്റെ നമ്പർ കൂടും. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയസിന് അല്ലെ അകത്ത് വരുന്ന ചാർജ് ആണ്. ആ ചാർജിന്റെ പവർ കൂടും. അപ്പോൾ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യാനായിട്ട് കൂടുതൽ എനർജി വേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ സൈസ് ഇങ്ങനെ കുറയുന്നുണ്ട് ചെറുതായിട്ട്. അതനുസരിച്ച് ന്യൂക്ലിയസിന്റെ പവർ കൂടും. അപ്പൊ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ഇതാണ് സിറ്റുവേഷൻ. പക്ഷേ ഇവിടെ എക്സെപ്ഷൻ വരും. അതാണ് ഇതിലെ ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾ ഇപ്പൊ കണ്ട കണ്ടന്റ് അല്ലേ, ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. അതിങ്ങനെയാണ്. എക്സെപ്ഷൻ കണ്ടോ? ക്രോമിയം. ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ഇലക്ട്രോൺ എവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുക? എസ് സി എന്നാണ് ഡി എന്നാണ്? എസ് എന്താണ്? ഔട്ടർ മോസ്റ്റ് അല്ല, 4s കഴിഞ്ഞിട്ടാണ് 3D ഉള്ളത്. എനർജിയിൽ കൂടുതൽ ഡി ആണ്, പക്ഷെ റിമൂവ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? എസ് സി എന്നാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എസ് ഇവിടെ നോക്കിയോ കേട്ടോ. എസ്സിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4s2. ഓർത്ത് നോക്കാം. 3D ഡിയിലൊരു ഡിയില് ഇങ്ങനെ വരുമ്പോൾ ഈ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന എസ് സി എന്നാണ് ആദ്യം റിമൂവ് ചെയ്യുക. എസ് സി ഈ ഇലക്ട്രോൺ ആണ് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? 4s1 3d1. ഓർത്ത് നോക്കാം. അപ്പോ അങ്ങനെ 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 ഓരോ ഇലക്ട്രോൺ ഇങ്ങനെ റിമൂവ് ചെയ്ത് ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും? ഇവിടെ നോക്കി, ക്രോമിയത്തിൽ ആകെ എസ്സിൽ എത്ര ഉള്ളൂ? 1. കണ്ടോ? ഓർത്ത് നോക്കാം. ഇവിടേക്ക് എന്തുണ്ട്? 2 ഉണ്ട് അല്ലെ? അപ്പൊ ഓർത്ത് നോക്കാം, ഇവിടുന്ന് അയനൈസേഷൻ എൻതാൽപ്പി കൂടും, ഇവിടുന്ന് കൂടും, ഇവിടെ എത്തുമ്പോൾ കുറയും. എന്തുകൊണ്ടായിരിക്കും? അവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. മനസ്സിലായി? ഓർത്ത് നോക്കാം. ഇത് കണ്ടോ, ഇവര് ഭയങ്കര പെയറായിട്ടാണ് ഇരിക്കണേ അല്ലെ? 2 ചെറിയ കുട്ടികളാണെന്ന് കരുതാം. ഒരാളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നു കഴിഞ്ഞാൽ അല്ലെ? ഓർത്ത് നോക്കാം. ഇയാള് ചെറിയ കുട്ടിയാണ്, ഇയാളെ പിടിച്ചുകൊണ്ട് വരാൻ എന്റെ സമ്മതിക്കൂ? പൊക്കോട്ടെ എന്ന് പറയൂ? അങ്ങനെ പറയൂ അല്ലെ? ഫ്രണ്ട്സ് ആണ് നിങ്ങൾ അല്ലെ? നിങ്ങളെ മറ്റേ ആളെ സമ്മതിക്കില്ല, കൈകൾ കയറി പിടിക്കും, മറ്റന്നാളെ പിടിച്ചു ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ കിട്ടില്ല. അപ്പൊ ഇവര് പെയ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര എനർജിയാണ് അല്ലെ? ഓർത്ത് നോക്കാം. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ടൂറൊക്കെ പോണ സമയത്ത് കാടുകളിൽ ട്രക്കിംഗ് ഒക്കെ പോകും. നിങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടാവുമായിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ നല്ല രസമാണ് ആക്ച്വലി. പക്ഷെ ഭയങ്കര ധൈര്യമാണ്. എന്താണ്? കൂടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടേ, വെറുതെ പോവാന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒച്ചയൊക്കെ ഉണ്ടാക്കും. ഓർത്ത് നോക്കാം കേട്ടോ. പലരും ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് ഓർത്ത് നോക്കാം. അപ്പോ അങ്ങനെ പോകും. ആ സമയത്ത് ഒറ്റയ്ക്ക് ഒന്ന് പോയി നോക്കി, നല്ല സുഖം ഉണ്ടാവും അല്ലെ? ഒറ്റയ്ക്ക് കേട്ടോ. ഓർത്ത് നോക്കാം. ഒറ്റയ്ക്ക് പോകണമെങ്കിൽ നല്ല അടിപൊളിയാണ് ആക്ച്വലി. ഓർത്ത് നോക്കാം. ഒറ്റയ്ക്ക് ഇവിടെ ഒരു സെമിത്തേരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും അല്ലെ? ഓർത്ത് നോക്കാം. ഓർത്ത് നോക്കാം. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോകും നമ്മള്. ഒരിക്കലും പോകരുത് കേട്ടോ. ഓർത്ത് നോക്കാം. എന്തുകൊണ്ടാ? അവിടെ കുറെ കെമിസ്ട്രിയുടെ പരിപാടിയാണ് അവിടെ മുഴുവനും കേട്ടോ. ഓർത്ത് നോക്കാം. കെമിക്കൽ ഞാൻ പറഞ്ഞല്ലേ, പണ്ട് ഫോസ്ഫറസ് ഒക്കെ കത്തും അല്ലെ? ഓർത്ത് നോക്കാം. അതുകൊണ്ടാണ് ആക്ച്വലി വരുന്നത്. അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ ഇംഗ്ലണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലെ, ഒറ്റയ്ക്ക് കാട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ കെമിക്കല. കാട്ടിൽ എന്തായിരിക്കും നടക്കുന്നത് രാത്രി? മീഥേൻ ഗ്യാസ് കണ്ടമാനം ഉണ്ടോ ആക്ച്വലി പല സ്ഥലത്തും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഇവിടെ ഒരു സാധനം തെളിയുന്നു. ശരിക്കും തെളിയോ അത്? എന്തുകൊണ്ടാ? അവിടെ ടെമ്പറേച്ചർ വേരിയേഷൻസിന്റെ ഇതനുസരിച്ചിട്ട്, അവിടെ പ്രഷർ വേരിയേഷൻ അനുസരിച്ച് അവിടെ പല പല ഒച്ചയൊക്കെ തനിയെ ഉണ്ടാവും. മനസ്സിലായോ? ഓർത്ത് നോക്കുക. അടുത്ത് നോക്കി ഒന്നും ഉണ്ടാവില്ല അല്ലെ? ഫോട്ടോ ഒക്കെ എടുത്താൽ കിട്ടില്ല. അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. അതിന്റെ റീസൺ ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസുകളൊക്കെ തന്നെയാണ് ആക്ച്വലി. അപ്പോ അതുകൊണ്ട് നിങ്ങൾ എത്ര മൈൻഡ് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് മൈൻഡ് ഇല്യൂഷൻ വരും. മൈൻഡ് ഇല്യൂഷൻ ഒക്കെ അറിയാമല്ലോ അല്ലെ? നമുക്ക് ഇന്നേ വരെ കേൾക്കാത്ത സൗണ്ടോ ഇതോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് വേറെ എന്തെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. ഇയാളാണെങ്കിൽ നണ്ണൊക്കെ കണ്ട് സിനിമയൊക്കെ കണ്ടിട്ട് പോയിട്ടാണെങ്കിൽ ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ബ്രെയിൻ ബോധപ്പെടുത്തി കളയുകയാണ്. മനസ്സിലായി? ഓർത്ത് നോക്കാം. അങ്ങനെയൊക്കെ ചെറിയ ഫിലിം ഉണ്ട്, കാണാറില്ല? കണ്ടോ, നല്ല കുട്ടികൾ കണ്ടറില്ല, അങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ. ഈ എസ്സില് 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ മാത്രം 1 ഇലക്ട്രോൺ. ഇവിടെ കണ്ടോ, 1 ഇലക്ട്രോൺ. അങ്ങനെ വരുമ്പോ അയനൈസേഷൻ എൻതാൽപ്പി ഇങ്ങനെ കൂടി കൂടി ഇവിടെ എത്തുമ്പോൾ കുറയും. എന്തുകൊണ്ടാ? അവിടെ അൺപെയ്ഡ് ആണ്. അൺപെയ്ഡ് വന്ന അയനൈസേഷൻ എൻതാൽപ്പി കുറയും. അപ്പൊ ക്രോമിയത്തിന് അയനൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? കുറവായിരിക്കും ട്രെൻഡില്. മനസ്സിലായി? ട്രെൻഡ് അനുസരിച്ച് ഇങ്ങനെ കൂടിയല്ലേ വരണ്ടേ? അതിന് പകരം എന്ത് ചെയ്യും? കുറയും. ദെൻ അതുപോലെ തന്നെ കോപ്പറിൽ നോക്കിയേ 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോ എന്താണ്? ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? ലെസ് കേട്ടോ. അതാണ് അടുത്ത പോയിന്റ്. ഒന്ന് എഴുതി വെച്ചേ. ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഓഫ്, അടുത്ത പോയിന്റ് കേട്ടോ, ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഓഫ്, ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ
chromium and copper. Comparatively less in the general trend. Comparatively less in the general trend. Comparatively less than the general trend. Full stop. This is due to എന്തുകൊണ്ടായിരിക്കും പറഞ്ഞേ this is due to only one electron present in a 4s orbital. Only one electron present in a 4s orbital. Only one electron present in a 4s electron. അല്ലേ ഇത് ഇവിടെ നോക്ക് 4s വൺ അല്ലേ ഉള്ളൂ കണ്ടോ ഓർത്ത് നോക്കാം. Only one electron present in a 4s orbital. ശരിക്കും പിന്നെ അത് ഭയങ്കര ഡിലീറ്റ് ഉണ്ട്. therefore എന്താണ് easy to remove electron from the outermost shell അങ്ങനെ പറഞ്ഞാൽ അങ്ങ് എഴുതാം. അല്ല ദേ ഇവര് 2 ഇല്ലേ ഡിയിൽ നോക്കണ്ട. കാരണം എന്താ എവിടെ നിന്ന് റിമൂവ് ചെയ്യുന്ന കാര്യം മാത്രമല്ലേ ഉള്ളൂ. ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന എവിടെന്നാ SC ന്നാ. ഒരു ഇലക്ട്രോൺ കണ്ടോ ആ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ആ എസിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കണ്ടോ ഇത് സ്റ്റെബിലിറ്റി കൂടുതലൂടെ കുളം പറയും. ഐഡിയ മനസ്സിലായി. ഡി എന്താണ് ഡി കംപ്ലീറ്റ്ലി അൺപെയ്ഡ് ആണ്. അങ്ങനെ കംപ്ലീറ്റ്ലി അൺപെയ്ഡ് ആകുമ്പോൾ എന്താവും എസ്സിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുള്ളൂ കൂടുള്ളൂ. കണ്ടോ കോപ്പറിൽ നിന്നായാലും അങ്ങനെ ഉള്ളൊരു ട്രെൻഡ് വരും. കണ്ടോ അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഐഡിയ മനസ്സിലായി. ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ നോക്കുന്നുള്ളൂ നമ്മൾ. കണ്ടോ ഓർത്ത് നോക്കാം. അടുത്ത പോയിന്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. സെക്കൻഡ് അയണൈസേഷൻ താല്പര്യം. അടുത്ത പോയിന്റ് എഴുതാം. സെക്കൻഡ് അയണൈസേഷൻ താല്പര്യം ഓഫ് second ionization enthalpy of second ionization enthalpy of chromium and copper. Second ionization enthalpy of chromium and copper comparatively higher value. Comparatively higher value. Comparatively higher value in the general trend. In the general trend. This is due to general trend. Full stop. This is due to second last electron. Second last electron exists in a d orbital. Second last electron exists in a d orbital. ഇവിടെ നോക്കിയേ ഇതാണ് ക്രോമിയം. ഇവിടെ നോക്കിയേ ക്രോമിയം എന്തായിരുന്നു 4s1 3d5. ഫസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ SC എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്തു. സെക്കൻഡ് ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ നിന്ന് റിമൂവ് ചെയ്യാം ഡി എന്നാണ്. കണ്ടോ നോക്കാം. സെക്കൻഡ് ലാസ്റ്റ് ഇലക്ട്രോൺ ഡിന്ന് റിമൂവ് ചെയ്യണം. ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും സെക്കൻഡ് ലാസ്റ്റ് ഇലക്ട്രോൺ SC തന്നെയാണ്. കണ്ടോ എസ്സിൽ 2 ഇലക്ട്രോൺ ആണ്. ഇതുണ്ടോ എസ്സിൽ 2 ഇലക്ട്രോൺ. അപ്പൊ 2 ഇലക്ട്രോണും SC എന്നാ റിമൂവ് ചെയ്യുന്നത്. ഇവിടെ എത്തുമ്പോൾ SC എന്ന് പറഞ്ഞോം ഡിന്ന് ഒരെണ്ണം റിമൂവ് ചെയ്യേണ്ടി വരും. ഡി എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ചും കൂടി ന്യൂക്ലിയസിനോട് അടുത്താണ്, നിയർ ബൈ ആണ്. അങ്ങനെ വരുമ്പോൾ ഹൈ എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരും. ഹൈ എമൗണ്ട് ഓഫ് എനർജി. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് ലാസ്റ്റ് ഇലക്ട്രോൺ ഡി ആയതുകൊണ്ട് അവിടെ കൂടുതൽ എനർജി വേണ്ടി വരും. കേട്ടോ ഓർത്ത് വെക്കാം. അതാണ് ഈ കേസസിൽ വരുന്നത്. കണ്ടോ ഓർത്ത് വെക്കാം. ഇതില് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തു, പിന്നെ ഇവിടെയാണ്. കണ്ടോ ഓർത്ത് വെക്കാം. ഇവിടെ നോക്കിയേ 1 ഇലക്ട്രോൺ കഴിഞ്ഞു, ഇവിടെയാണ് റിമൂവ് ചെയ്യുക. കേട്ടോ ഓർത്ത് വെക്കാം. അതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഈ 2 പോയിന്റ് ഉള്ളൂ മെയിൻ ആയിട്ട് വരുന്ന ആ ഒരു ടോപ്പിക്കിൽ. കേട്ടോ ഓക്കെ. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അയണൈസേഷൻ താല്പര്യം കഴിഞ്ഞു. അപ്പൊ തേർഡ് ടോപ്പിക് കഴിഞ്ഞു. കേട്ടോ ഓർത്ത് വെക്കാം. ദെൻ ഫോർത്ത് ടോപ്പിക് എഴുതി വെക്കുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നെക്സ്റ്റ് ഹെഡിങ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Oxidation state. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരു ടേബിൾ ആണ്. കേട്ടോ ഓർത്ത് വെക്കാം. ഇപ്പൊ നേരത്തെ എഴുതിയതുപോലെ ഈ ടേബിൾ അങ്ങ് എടുത്ത് എഴുതണം. കേട്ടോ വേഗം ഒന്ന് എടുത്തെഴുതിയേ. ഇത് മാത്രം എഴുതുക. കേട്ടോ എലമെന്റ് എഴുതാം. ഇതിൽ സ്കാൻഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഓർത്ത് വെക്കാം. +3. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ടൈറ്റാനിയം +2. എല്ലാവർക്കും ഇനി 2 ഉണ്ട്.
എവിടെയായാലും ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ഇതിന് മാംഗനീസിന് +2 മുതൽ +7 വരെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ഉണ്ടാവും? +3, +4, +5, +6, +7 ഇത്രയും വരെ വെറൈറ്റി ആയിട്ട് വരും. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് ആക്ച്വലി വരുന്നത്. +3 അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്തതിന് കൂടുക, ആ രീതിയിൽ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ +4 വരും, ഇവിടെ വരുമ്പോ +4, +5 വരും, ഇവിടെ +3, +2, +4, +5, +6. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് ആർക്ക് വന്നു? മാംഗനീസിന് വന്നു കേട്ടോ. ഓർത്ത് നോക്കാം, മാംഗനീസിന് വന്നു കണ്ടോ. ഇങ്ങനെ കൂടണോ? എന്തുകൊണ്ട് ഇങ്ങനെ കൂടിയത്? വൈ ചോദ്യമാണ്. എന്തുകൊണ്ടായിരിക്കും? വാട്ട് ഇസ് റീസൺ? മാംഗനീസ് എക്സിബിറ്റ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, 5 അൺപെയർഡ് ഇലക്ട്രോൺ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ ടോപ്പിക്ക് അവിടെ നിർത്തിയിട്ട് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഓർത്ത് ഈ ടോപ്പിക്കിൽ മിഡിലേക്ക് വരും കൂടും, അത് കഴിഞ്ഞിട്ട് കുറയുക എന്നുള്ള രീതിയിലാണ്. ഇവിടെ എത്തുന്ന സമയത്ത് വീണ്ടും അത് കുറയാണ്, +6. അത് കഴിഞ്ഞ് ഇയാൾക്ക് +4 ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കി, ഇതും +4 ആണ്, ഇതും +4 ആണ് എക്സിസ്റ്റ് ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പിന്നെ കോപ്പറിന് മാത്രമാണ് നിക്കൽ +4, കോപ്പർ +2 വരെ ഉള്ളൂ, മാംഗനീസ് അത്രേ ഉള്ളൂ. ഓർത്ത് നോക്കാം, വേഗം നടത്തി. ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അതിൽ ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർക്കാണ്? അതാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? മാംഗനീസ്. ദെൻ ട്രാൻസിഷൻ എലമെന്റ് എക്സിബിറ്റ് സിംഗിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സിംഗിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറ്റാത്തത് ഏതായിരിക്കും? സ്കാൻഡിയം. സിങ്ക് പറ്റുമോ? സിങ്ക് ട്രാൻസിഷൻ എലമെന്റ് അല്ല കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ സിങ്ക് പറ്റത്തില്ല, സ്കാൻഡിയം മാത്രമേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളാണ് പിന്നെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാം കോപ്പർ ഫാമിലിക്ക് മാത്രം +1 ഉള്ളൂ ഉണ്ടോ, അത് ചോദിക്കാറുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അത് തന്നെയാണ് ചോദ്യമായിട്ട് നമുക്ക് ഇതിന്റെ താഴെ എഴുതാനുള്ളത്. അപ്പൊ ഈ ഫാക്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചോ കേട്ടോ. ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് എഴുതി വെക്കാം. നെയിം എ ട്രാൻസിഷൻ എലമെന്റ്. നെയിം എ ട്രാൻസിഷൻ എലമെന്റ്. ഈ ടോപ്പിക്കില് ഈ ഫാക്ട് എഴുതുക, പിന്നെ ഒരു 3 പോയിന്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ ക്ലിയർ ആവും. നെയിം എ ട്രാൻസിഷൻ എലമെന്റ് which does not exhibit. Name a transition element which does not exhibit variable oxidation state. Which does not exhibit variable oxidation state. Which does not exhibit variable oxidation state. ആൻസർ എഴുതി വെക്കുക, സ്കാൻഡിയം. ആൻസർ സ്കാൻഡിയം. എത്രയാ സ്കാൻഡിയത്തിന്? ഒന്ന് എഴുതി വെച്ചേ, +3 കേട്ടോ, ഓർത്ത് വെക്കുക, +3. സ്കാൻഡിയം +3. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. ട്രാൻസിഷൻ മെറ്റൽ എക്സിബിറ്റ്. Transition metal exhibit the largest number of oxidation state. Transition element exhibit largest number of oxidation states and why? And why? Transition metal exhibit the largest number of oxidation states and why? ഏതായിരിക്കും ആൻസർ? ആൻസർ എഴുതി വെക്കാം, മാംഗനീസ്.
എത്രയാണെന്ന് എഴുതണം കേട്ടോ. +2 to +7 ബ്രാക്കറ്റില് +2 to +7 +2 to +7 വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ്. Y എന്നുള്ളതിന് നിങ്ങൾ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അത് കഴിഞ്ഞിട്ട് എത്ര അൺപെയ്ഡ് ഉണ്ട്? 5 അൺപെയ്ഡ് ഇലക്ട്രോൺ കേട്ടോ. ഓർത്ത് വെക്കാം. Y എന്നുള്ളതിന്റെ അവിടെ എഴുതി വെക്കാം. മാംഗനീസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 3d5 മാംഗനീസ് കേട്ടോ. 4s2 3d5 എത്ര അൺപെയ്ഡ് ഉണ്ട്? 5 അൺപെയ്ഡ് ഇലക്ട്രോൺ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ. therefore എന്തായിരിക്കും? they exhibit maximum number of oxidation states. സിംഗിൾ ട്രാൻസിഷൻ എലമെന്റ് അല്ല കേട്ടോ. എന്ത് അൺപെയ്ഡ് ഇലക്ട്രോൺ വന്നാൽ മാത്രമേ ട്രാൻസിഷൻ എലമെന്റ് ആവുകയുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഈ ഫാമിലി വരെ കോപ്പർ വരെയുള്ളതാണ് ട്രാൻസിഷൻ എലമെന്റ് കേട്ടോ. ഇനി ഒരു പോയിന്റും കൂടി എഴുതാൻ പോവാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതില് ട്രാൻസിഷൻ എലമെന്റ് ആണ്. ഇവർക്ക് സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരു കൊടുത്തുമില്ല. പക്ഷെ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാ എലമെന്റിലും കിട്ടുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്കിന്റെ പേരാണ് മെറ്റൽ കാർബോണിയൽ കോമ്പൗണ്ട്. ഈ മെറ്റൽ കാർബോണിയൽ കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരാം. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ മെറ്റൽ കാർബോണിയൽ വരുമ്പോൾ എന്ത് വരും? സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ എങ്ങനെയാ ബോണ്ട് ഉണ്ടാവുന്നത്? ബോണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് പറയുന്നത്? ഷെയറിങ് അല്ലെങ്കിൽ എന്ത് വരും? ട്രാൻസ്ഫറിങ് അല്ലെ? ഓർത്തുക, ഷെയറിങ് ഓർ ട്രാൻസ്ഫറിങ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ബോണ്ട് ഉണ്ടാവുന്നത്. പക്ഷെ മെറ്റൽ കാർബോണിയലിൽ എത്തുന്ന സമയത്ത് അവിടെ നിന്ന് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കും. അതൊരു എക്സെപ്ഷൻ ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് എഴുതണം കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ ഒന്ന് എഴുതി വെച്ചു. low oxidation state are found when a complex compound low oxidation state are found when a കോംപ്ലക്സ് കോമ്പൗണ്ടിന്റെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക കോർഡിനേഷൻ കോമ്പൗണ്ട്. അടുത്ത ചാപ്റ്റർ പേരാണത് കേട്ടോ. ഓർത്തു, കോർഡിനേഷൻ കോമ്പൗണ്ടിനെ ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ് കോംപ്ലക്സ് കോമ്പൗണ്ട് എന്നുള്ളത്. അപ്പൊ രണ്ടും ഒന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോംപ്ലക്സ് കോമ്പൗണ്ട് ബ്രാക്കറ്റില് കോർഡിനേഷൻ കോമ്പൗണ്ട്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കേട്ടോ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഹാസ് ലിഗൻസ് LIGANDS ലിഗൻസ് കേട്ടോ. ലിഗൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ടുകൾ ജോയിൻ ചെയ്യാൻ വരും. ആ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ലിഗൻസ് എന്നുള്ളത്. അടുത്ത ചാപ്റ്ററിലെ പേരാണ് കേട്ടോ. ലിഗൻസ് കേപ്പബിൾ ഓഫ് പൈ ആക്സെപ്റ്റർ ക്യാരക്ടർ. പൈ ബോണ്ടും സിഗ്മ ബോണ്ടും അറിയില്ലേ നിങ്ങൾക്ക്? അതിൽ പൈ ബോണ്ട് ആണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹാസ് ലിഗൻസ് കേപ്പബിൾ ഓഫ് പൈ acceptor character in addition to the sigma bonding. Another example. അപ്പോൾ ഓർത്ത് നോക്കാം, നമ്മൾ ആ ബോണ്ട് അതെ പൈയും സിഗ്മ ബോണ്ടും ഇത് രണ്ടും കൂടി വിളിക്കുന്ന ഒരുമിച്ച് വരുന്നുണ്ട് ഈ കോമ്പൗണ്ടുകൾ. ആ ബോണ്ടിനെ വിളിക്കുന്നത് സിനർജിക് ബോണ്ടിങ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക് ആണ് അത് കേട്ടോ. സിനർജിക് ബോണ്ടിങ് എന്നാണ് അതിനെ വിളിക്കുക കേട്ടോ. ഇത് കണ്ടോ, സിഗ്മയും പൈയും ഒരുമിച്ച് വരുന്ന ആ ഒരു ഏരിയ. അപ്പോ ഈ ബോണ്ട് ഉണ്ടാകുന്നത് ഇതിലൊക്കെ ആയിരിക്കും. ഇപ്പൊ NiCO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് എന്നാണ്. ഏത് 4 ടൈം 4 or 5 ഒക്കെ കൊടുക്കാം.
ഈ കോമ്പൗണ്ട് എടുക്കുമ്പോൾ ഈ നിക്കലിന് ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഏതിന്റെ കോമ്പിനേഷനിൽ വേണമെങ്കിൽ എഴുതാം കേട്ടോ. നിങ്ങൾക്ക് വേറെ ഏതാണ്, ഇപ്പൊ മാംഗനീസ് ആണ്, അതെ Mn CO ഒരു 5 ടൈം കിടക്കട്ടെ കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ എഴുതി. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അത് വൺ വേർഡ് ആയിട്ട് ബെസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. കാരണം പല കുട്ടികളും ഇതിലുള്ള ഏതെങ്കിലും മാംഗനീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് കണ്ടോ, ഇത് കാണും 7 ഒക്കെ അപ്പൊ തന്നെ എഴുതും. ഇത് ഇവിടെ ശ്രദ്ധിക്കാതെ ആവുമ്പോ കേട്ടോ. അപ്പൊ ബെസ്റ്റ് ക്വസ്റ്റൻ ആണത്, ശ്രദ്ധിക്കുക. ഈ CO കണ്ടാൽ, CO എന്താ വിളിക്കുന്നത്? കാർബൺ മോണോക്സൈഡ്. CO കാർബൺ മോണോക്സൈഡ് അല്ലേ, പക്ഷെ അവിടെ വിളിക്കുന്നത് കാർബോണിയൽ എന്നാണ്. മനസ്സിലായി? ആ ചാപ്റ്ററിൽ എത്തുമ്പോ അതിന്റെ പേരുകളെല്ലാം മാറും കേട്ടോ, ഓർത്ത് നോക്കുക. ക്ലോറിൻ എന്താ വിളിക്കണേ? ക്ലോറിഡോ കണ്ടോ, ഡോ എന്നൊക്കെ ചേർത്തൊക്കെ വിളിക്കാം. H2O എന്താണ്? H2O ആ അല്ലെ, വാട്ടർ ആണ് അല്ലെ, അതിനെന്താ വിളിക്കണ അവിടെ? അക്വ. അടുത്ത ചാപ്റ്ററിന്റെ പേരാ. അപ്പൊ അങ്ങനെയാണ് അവിടെ വരിക ആ പേരുകൾ കേട്ടോ, ഓർത്ത് വെക്കാം. ഒന്ന് എഴുതി വെച്ചേ, NiCO4 MnCO5 ടൈം, MnCO5 ടൈം. ഇത് 2 കോമ്പൗണ്ട് ആണ്. എന്നിട്ട് എഴുതി വെക്കുക, നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Mn എന്തായിരിക്കും ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? 0 കേട്ടോ, ഓർത്ത് നോക്കാം. ലോവസ്റ്റ് 0 ആണല്ലോ. അപ്പൊ ഈ ശ്രദ്ധിക്കുക, ഈ CO കണ്ടു കഴിഞ്ഞാൽ ഇവരെന്തായി മാറും? അത് 0 ആകും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് 0 കേട്ടോ. NiCO4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിക്കൽ 0, MnCO5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് Mn 0 കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അവിടെയൊക്കെ 0 വരും. അടുത്ത ഹെഡിങ് എഴുതി കേട്ടോ, 5th ഹെഡിങ്, ട്രെൻഡ്സ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ട്രെൻഡ്സ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ട്രെൻഡ്സ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോകെമിസ്ട്രി. ഇലക്ട്രോകെമിസ്ട്രിയിൽ SHE എന്തായിരുന്നു? SHE സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. എന്താ സാധനം? എന്തിനു വേണ്ടിയിട്ടാ പഠിച്ചത്? രണ്ട് സെല്ല് അല്ലെ, സെല്ല് എന്ന് പറഞ്ഞ ബാറ്ററി ഉണ്ടാക്കാൻ പോവാണ്. ബാറ്ററി ഉണ്ടാക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും? ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും അല്ലെ, ഓർത്ത് വെക്കാം. അതൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു സാധനമൊക്കെ പഠിപ്പിച്ചല്ലോ, ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്, ലോൺ അല്ലെ, ഓർത്ത് വെക്കാം, ലോൺ. എന്നിട്ട് EMF ഈക്വൽ ടു E കാഥോഡ് മൈനസ് E ആനോഡ് അല്ലെ. ആ കാഥോഡ് ആനോഡ് തമ്മിലുള്ള ആ ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവിടെ പറഞ്ഞത്. അപ്പൊ അവിടെ പറഞ്ഞു, നമ്മൾ കാഥോഡ് ആനോഡ് എടുക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ ഉണ്ടാവുക. ഐഡിയ മനസ്സിലായി? ഇപ്പൊ വെള്ളം ഇവിടെ നിന്ന് ഒഴിക്കുക, താഴേക്ക് പോകും, മുകളിലേക്ക് പോകും. താഴേക്ക് പോകില്ലേ? വൈ? എന്താ താഴേക്ക് പോകാൻ കാരണം? ഗ്രാവിറ്റി അല്ലെ. ഗ്രാവിറ്റിയിൽ തന്നെ എന്താണ്? mgh വ്യത്യാസം വന്നു അല്ലെ, ഓർത്ത് നോക്കുക. എന്തായിരുന്നത്? പൊട്ടൻഷ്യൽ എനർജിയിൽ വ്യത്യാസം വന്നു അല്ലെ. പൊട്ടൻഷ്യൽ എനർജിയിൽ എങ്ങനെ പോവാ? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ, അങ്ങനെയല്ലേ പോവാ അല്ലെ, നോർമലി അങ്ങനെ പോവാ. അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളം താഴെ നിന്ന് മുകളിലോട്ട് പോകണം, എന്ത് ചെയ്യണം അല്ലെ? പറ്റും, തന്റെ മസിലിന്റെ എനർജി അങ്ങ് കൊടുത്തേക്കണം മുകളിലേക്ക് അല്ലെ, ഓർത്ത് വെക്കാം അല്ലെ. ആ വെള്ളം എടുത്തിട്ട് മുകളിലേക്ക് നല്ല മസിലുള്ള ആളാണെങ്കിൽ അല്ലെ, ഒറ്റ ഏറ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പോകും. അവിടെ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജിനേക്കാളും ഹയർ ആയിട്ട് ഇയാളുടെ അല്ലെ പുറത്തു എനർജി കൊടുത്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെയാണ് ഓവർ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞ് മറ്റേതിലൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നത് 2 ബാറ്ററി അല്ലെങ്കിൽ ആനോഡ് കാഥോഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയണം. അതിനുപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, SHE. അതിൽ ഹൈഡ്രജൻ എത്രയായിട്ട് എടുക്കുന്ന വാല്യൂ? 0. അതിൽ ഏറ്റവും താഴെ വാല്യൂ എത്രയായിരുന്നു? എന്തായിരുന്നു പഠിപ്പിച്ചേ? ഇലക്ട്രോഡ് കെമിസ്ട്രിയുടെ വാല്യൂ പറയുന്നത്. അതില് എത്രയായിരുന്നു? ആർക്കായിരുന്നു? ലിഥിയം അല്ലെ. ലിഥിയം എത്രയായിരുന്നു? -3.05 ലിഥിയം അല്ലെ, ഓർത്ത് വെക്കാം. അതുകൊണ്ടാണ് ലിഥിയം അയോൺ ബാറ്ററി അല്ലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. കാരണം എന്താ? ലോവർ ഒരു എണ്ണം കിട്ടി. അതുപോലെ ഏറ്റവും ഹൈയസ്റ്റിൽ കിടക്കുന്ന ആരായിരുന്നു ആ ടേബിളില്? SHEയില് ഫ്ലൂറിൻ. എന്തായിരുന്നു? ഫ്ലൂറിൻ. എത്രയായിരുന്നു വാല്യൂ? പ്ലസ് 2.87 കേട്ടോ, ഓർത്ത് വെക്കാം. 2.87. അപ്പൊ ആ ലോവർ ഹയർ കിട്ടി. ഇത് വെച്ച് നിങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ലിഥിയം പീരിയോഡിക് ടേബിളില്
എസ് ബ്ലോക്കിലാണ്, ശ്രദ്ധിച്ചറിയാം. ലിഥിയം പീരിയോഡിക് ടേബിളിൽ എവിടെ കിടക്കുന്നത്? എസ് ബ്ലോക്ക്. ഫ്ലൂറിൻ എവിടെ കിടക്കുന്നത്? പീരിയോഡിക് ടേബിളിൽ പി ബ്ലോക്കിലെ ഏറ്റവും അറ്റത്തല്ലേ? ഓർത്ത് നോക്കുക. അപ്പൊ ലിഥിയം കിടക്കുന്ന ഫസ്റ്റ് ഗ്രൂപ്പാണ്. ലിഥിയം കിടക്കുന്ന ഫസ്റ്റ് ഗ്രൂപ്പാണ് ലിഥിയം. ഫ്ലൂറിൻ കിടക്കുന്നത് മിഡിൽ ഡി ആണ് അല്ലെ. ഫ്ലൂറിൻ കിടക്കുന്നത് 17th ഗ്രൂപ്പാണ്. ഇത് വെച്ചിട്ട് ഒരു ഐഡിയ പറഞ്ഞേ നിങ്ങൾ. ലിഥിയം കിടക്കുന്നത് -3.05, ഇവിടെ വരുന്നത് 2.87. പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ എന്ത് പറ്റും? കൂടുവോ കുറയോ? ഇത് മൈനസ്, അവിടെ പ്ലസ്, അപ്പൊ എന്ത് പറ്റും? കൂടും. അപ്പൊ പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് വാല്യൂ എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണെങ്കിൽ ദേ ഇവിടെ നോക്കി, സ്കാൻഡിയം അതിനേക്കാളും കൂടുതൽ ആര് വരും? ടൈറ്റാനിയം. ടൈറ്റാനിയത്തിന് കൂടുതൽ അങ്ങനെ 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 കൂടി പോകും അല്ലെ? ഓർത്തു പോകാം. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് ശ്രദ്ധിക്കാതെ. ഈ കോപ്പർ വരെ എങ്ങനെ പോകും, അത് കഴിഞ്ഞിട്ട് സിംഗിൾ എത്തുമ്പോൾ വീണ്ടും കുറയും. മനസ്സിലായി? അപ്പൊ ജനറലി ലെഫ്റ്റ് ടു റൈറ്റ് ഈ ഇലക്ട്രോൺ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടണം, എന്നിട്ട് കുറയണം. പക്ഷെ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ജനറലി എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. പക്ഷെ എക്സെപ്ഷൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ കുറച്ചുണ്ട്. ഒന്ന് മാംഗനീസ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ ആയിട്ട് എക്സെപ്ഷൻ ആയിട്ട് നിൽക്കുന്ന സിങ്ക് കമ്പാരിറ്റീവ്ലി കുറയും. ഇനി കോപ്പറിന് മാത്രമാണ് പോസിറ്റീവ് വാല്യൂ, ബാക്കിയുള്ള എല്ലാ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ്. ഇവിടെ ഓർത്ത് നോക്കാം. ഇനി എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ SHE ആ ടേബിൾ ഉണ്ടാക്കിയിരുന്ന എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്. എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇവര് അവിടെ അതിന്റെ തിയറട്ടിക്കൽ റീസൺ പറയുന്നുണ്ട്. വാട്ട് ഇസ് ദ റീസൺ ഫോർ തിയറട്ടിക്കൽ? ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദ സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി. ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും എന്താണ് അയണൈസേഷൻ എന്താൽപി നേരത്തെ പഠിച്ചില്ലേ? അതാണ് ഇതിന്റെ തിയറട്ടിക്കൽ റീസൺ പറയുന്നത്. അതിന്റെ ഉള്ളില് ഇത് കുറയാനും കൂടാനായിട്ടുള്ള റീസൺ ആയിട്ട് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കുമ്പോൾ നമുക്ക് 2 പോയിന്റ് ഉണ്ട് മെയിൻ ആയിട്ട്. അപ്പൊ അതൊന്ന് എഴുതാം കേട്ടോ. ഒന്ന് എഴുതി വെച്ചു. The general trend towards less negative value, the general trend towards less negative electrode potential value, less negative electrode potential value, E note കേട്ടോ. The general trend towards less negative electrode potential value across the series or period കേട്ടോ. എന്താന്ന് മനസ്സിലാക്കണം. across the series കേട്ടോ. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഈ ഉദ്ദേശിക്കുന്നത് കേട്ടോ. across the series or period. നിങ്ങൾക്ക് എന്താണോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നോ അതോ ആ രീതിയിൽ തന്നെ എഴുതാൻ നോക്കുക. ഇവിടെ across the series എന്നാണ്. സീരീസ് എന്ന് പറയുമ്പോൾ പീരീഡ് ആണ്. ചിലർക്ക് പീരീഡ് മാത്രം ഓർമ്മ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. across the series ബ്രാക്കറ്റിൽ പീരീഡ് എന്ന് എന്തായാലും എഴുതി വെച്ചോ. is related to the general increases in the sum of the first and second ionization enthalpies. Sum of the first and second ionization enthalpies. Sum of the first and second ionization enthalpies. ആ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എന്തൽപി. അപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ജനറൽ റീസൺ ചോദിച്ചിട്ട് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും ഈ വേർഡ് എഴുതാൻ നോക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. അവര് വേറെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഈ ആൻസർ എഴുതിയാൽ മതി കേട്ടോ. ഓർത്ത് നോക്കുക. സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എന്തൽപീസ്. ഫസ്റ്റ് അടുത്ത പോയിന്റ്, സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കുക കേട്ടോ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ മാംഗനീസ് എക്സെപ്ഷൻസുകളാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ജനറലി ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് പകരം ചെറുതായിട്ട് കുറയുന്ന ആൾക്കാരാണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഫോർ മാംഗനീസ്, നിക്കൽ ആൻഡ് സിങ്ക്. Manganese, nickel and zinc are more negative than expected from the trend.
മോർ നെഗറ്റീവ്, റിപ്പീറ്റ് ചെയ്യുക കേട്ടോ, ഓർത്ത് വെക്കാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഫോർ മാംഗനീസ് Mn, nickel and zinc are more negative than expected from the trend. More negative than expected from the trend. ഓർത്ത് നോക്കാം. അപ്പോ ഈ സിങ്ക് ഒക്കെ മോർ നെഗറ്റീവ് ആയി പോകും, ശരിക്കും അത് പോസിറ്റീവിലേക്ക് വരേണ്ടതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ലെഫ്റ്റ് റൈറ്റ് കൂടിയിട്ട് പോസിറ്റീവ് വരേണ്ടതാണ്, പക്ഷെ ഇതെന്ത് ചെയ്യും, കുറഞ്ഞു നിൽക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ മൂന്നാൾക്കാർ ആരൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ, പഠിച്ചേ. മാംഗനീസ്, നിക്കൽ, സിങ്ക് കേട്ടോ, ഓർത്ത് നോക്കാം. അവരാണ് ജനറലി ലെഫ്റ്റ് റൈറ്റ് എന്ത് ചെയ്യണം, കൂടണം, അതിന് പകരം അവരെന്ത് ചെയ്യും, കുറയും. മനസ്സിലായോ? അപ്പോ മോർ നെഗറ്റീവ് ആയി മാറും കേട്ടോ, ഓർത്ത് നോക്കാം. മോർ നെഗറ്റീവ് ആയിട്ട് ആർക്ക് മാത്രം പോസിറ്റീവ് ഉള്ളൂ, കോപ്പർ. അതൊന്നും എഴുതി വെക്കും കേട്ടോ. കോപ്പർ ഹൈഫൺ പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കേട്ടോ, കോപ്പർ ഹൈഫൺ പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി നിങ്ങൾക്ക് ഈ നെഗറ്റീവ് ഇത് പഠിച്ചല്ലോ, ഇത് വെച്ചിട്ട് തന്നെയാണ് റിയാക്ടിവിറ്റിയും ചോദിക്കുന്നത്. സെയിം ആൻസർ തന്നെ വരും. ഞാൻ ചോദിക്കട്ടെ, കോപ്പർ ഓർ അയൺ വിച്ച് ഈസ് മോർ റിയാക്റ്റീവ് ആൻഡ് വൈ? അയൺ ആണ്. കാരണം എന്താ? അവിടെ ഈ ആൻസർ വരും. എന്തായിരിക്കും? ചെറിയ വാല്യൂ, ലെസ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ വരുംതോറും റിയാക്ടിവിറ്റി എന്ത് ചെയ്യും, കൂടും. റിയാക്ടിവിറ്റി എന്ത് ചെയ്യും, കൂടും. മനസ്സിലായി? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, 10th പഠിച്ചിട്ടുണ്ട് റിയാക്ടിവിറ്റി സീരീസ്, ഓർമ്മയുണ്ടോ? സോഡിയം, പൊട്ടാസ്യം അല്ലെ, ഓർത്തോക്കെ. എന്തുകൊണ്ടായിരിക്കും സോഡിയത്തിനും പൊട്ടാസ്യത്തിനും വരുന്നത്? ഇത് തന്നെ അതിന്റെ സയന്റിഫിക് റീസൺ ഇതാ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അതിന് എന്തായിരിക്കും, ലോവർ നെഗറ്റീവ് ആയിരിക്കും. ഉണ്ടോ? നെഗറ്റീവ് വരുംതോറും അതിന്റെ റിയാക്ടിവിറ്റി എന്ത് ചെയ്യും, കൂടും കേട്ടോ, ഓർത്ത് നോക്കാം. മെറ്റൽസിനാണ് പറയാൻ പറ്റുക, നോൺ മെറ്റലിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി വെച്ചാൽ നോക്കാം. അപ്പോൾ മെറ്റൽസുകൾ നോക്കുമ്പോൾ ഈ ലോവർ വാല്യൂ ഉണ്ടെങ്കിൽ അതിന് റിയാക്ടിവിറ്റി എന്ത് ചെയ്യും, കൂടും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അവിടെ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. ഇൻ കേസ് ഓഫ് മെറ്റൽ ഒന്ന് എഴുതി വെക്കാം. ഇൻ കേസ് ഓഫ് മെറ്റൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നെഗറ്റീവ് മീൻസ് മോർ റിയാക്റ്റീവ്. ഇൻ കേസ് ഓഫ് മെറ്റൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ മോർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ലെസ് വാല്യൂ, ബ്രാക്കറ്റിൽ ലെസ് വാല്യൂ. മോർ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ലെസ് വാല്യൂ എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. മോർ നെഗറ്റീവ് ബ്രാക്കറ്റിൽ ലെസ് വാല്യൂ, ഇൻക്രീസ് ദ റിയാക്ടിവിറ്റി, ഇൻക്രീസ് ദ റിയാക്ടിവിറ്റി. അപ്പൊ അതുകൊണ്ടാണ് കോപ്പർ പോസിറ്റീവ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്, അതിന്റെ മീനിങ് കേട്ടോ. ഓക്കെ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഹെഡിങ്, ട്രെൻഡ്സ് ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എത്രാമത്തെ ഹെഡിങ് അത്? ട്രെൻഡ്സ് ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ട്രെൻഡ്സ് ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ട്രെൻഡ്സ് ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മൾ അയണൈസേഷൻ താല്പര്യം എഴുതിയപ്പോൾ എത്രാമത്തെ ഹെഡിങ് ആയിരുന്നു? തേർഡ് ആയിരുന്നല്ലേ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് 4th ഹെഡിങ് അല്ലെ. 5th ഹെഡിങ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഈ 6th അല്ലേ ഇത്? 6ാമത്തെ ഹെഡിങ് കേട്ടോ, ഓർത്ത് നോക്കാം. ട്രെൻഡ്സ് ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതി വെച്ചോ. ട്രെൻഡ്സ് ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എഴുതി കേട്ടോ. ദ സ്റ്റെബിലിറ്റി ഓഫ്, ഫസ്റ്റ് പോയിന്റ്, ദ സ്റ്റെബിലിറ്റി ഓഫ് Cu2+ ion, copper 2+ കേട്ടോ, Cu2+ ion rather than Cu+ ion, the stability of Cu2+ ion rather than Cu+ ion ബ്രാക്കറ്റിൽ ഇൻ അക്വ സ്റ്റേറ്റ് കേട്ടോ, ബ്രാക്കറ്റിൽ ഇൻ അക്വ സ്റ്റേറ്റ് എന്ന് എഴുതണം കേട്ടോ. അവിടെ ഒരു ബ്രാക്കറ്റ് ഇടാ, ഇൻ അക്വ സ്റ്റേറ്റ് is due to the much more negative hydration enthalpy
due to the much more negative hydration enthalpy of Cu2 plus ion comma which more than the second ionization enthalpy of Cu, which more than the second ionization enthalpy of Cu. Full stop. Continuation ആയിട്ട് എഴുതി വെക്കാം. Many copper Bragg oxidation state 1. Many copper Bragg oxidation state 1. Oxidation state 1. Roman letter 1 എന്ന് എഴുതിയാൽ അതിന് സ്റ്റോക്ക് നോട്ടേഷൻ എന്നാണ് വിളിക്കുക. നിങ്ങൾ തേർഡ് ചാപ്റ്റർ കഴിഞ്ഞ വർഷത്തെ 11th തേർഡ് ചാപ്റ്ററിൽ റോമൻ ലെറ്ററിൽ ബ്രാക്കറ്റിൽ അവർ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്താ വിളിക്കുക? സ്റ്റോക്ക് നോട്ടേഷൻ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ ലെറ്ററിൽ ഇടുന്നതിനെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ അങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും റോമൻ ലെറ്ററിൽ എന്തെങ്കിലും ഒരു വേർഡ് കണ്ടാൽ അല്ലെ 5 ഒക്കെ കണ്ടതാണ് +5 ആണെന്നൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ, ഓർത്ത് വെക്കണം. അപ്പോ മെനി കോപ്പർ ബ്രാക്കറ്റിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 1 compound are unstable in aqueous solution and undergo disproportionation reaction. Unstable in aqueous solution and undergo disproportionation reaction. Undergo disproportionation reaction. നമ്മള് റിഡോക്സ് 11th 8th ചാപ്റ്റർ പേരാ റിഡോക്സ്. അവിടെ ഉണ്ട് റിഡോക്സിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? റിയാക്ഷൻ ഇൻ വിച്ച് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഈസ് നോൺ ആസ് റിഡോക്സ്. ഡിസ്പ്രൊപ്പോർഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിംഗിൾ എലമെന്റ് കേട്ടോ. ഒരു എലമെന്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രൊപ്പോർഷനെ എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞുതരാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് എഴുതിയേക്കുന്നത് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കി, അത് തന്നെയാണ് രണ്ടാമത്തെ പോയിന്റ്, രണ്ടും ഒന്ന് തന്നെയാണ്. ഓഫ് ചെയ്ത് ഈ ഫ്രണ്ട് കോപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എവിടെ നോക്കിയേ? കോപ്പർ നോക്കിയേ 4s1 3d10. അങ്ങനെയാണെങ്കിൽ കോപ്പർ +1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4s0 അല്ലെ? 4s0 3d10 ആവും. കോപ്പർ +2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ 4s0 3d9. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് വെറുതെ ഇവിടെ 1 പോയ s പോയി 3d10. 3d10 എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്റ്റേബിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ 3d10 ആയിട്ടാണ് അത് നിൽക്കേണ്ടത്. പക്ഷെ അങ്ങനെ നിൽക്കൂല, അതെപ്പോഴും ഇതായിട്ട് മാറും. അതാണ് ഈ ചോദ്യം വരാനായിട്ടുള്ള കാരണം. കാരണം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഇതാണെന്ന് തോന്നും സ്റ്റെബിലിറ്റി, പക്ഷെ അതല്ല, ഇത് ഇതിലേക്ക് മാറും. അതെന്തുകൊണ്ട്? വൈ? അതായിരിക്കും അവരുടെ ചോദ്യം. അതാണ് ആദ്യം എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക. കോപ്പർ സാധാരണ രീതിയിൽ +1 ആണെന്ന് കരുതുക. ഈ +1 ആണ് എങ്കിൽ അത് അക്വസ് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് Cu + Cu2+, 2 കോപ്പർ ആയിട്ട് എടുക്കാം. അപ്പോൾ ഓർത്ത് നോക്കൊരു വാട്ടറിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 2 ആയിട്ട് മാറും, Cu ആയിട്ട് മാറും, Cu2+ ആയിട്ട് മാറും. ഇവിടെ നടക്കുന്ന സമയത്ത് ഇത് +1 +2 ആയാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി. അങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കും? ഓക്സിഡേഷൻ. ഇവിടെ നോക്കിയേ, ഇതാണ് ഓക്സിഡേഷൻ. ഇനി ഇവിടെ നോക്കാം. ഈ കോപ്പർ ഇത് കണ്ടോ ഇങ്ങനെ വന്നു. ഇവിടെ +1 ഉണ്ട്, ഇവിടെ 0 ആണ്. ഒന്നുമില്ലെങ്കിൽ 0 എന്നാണ്. ഇവിടെ +1, ഇവിടെ ഒന്നുമില്ല, 0 വന്നാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറയും. കുറഞ്ഞാൽ അത് റിഡക്ഷൻ. അപ്പൊ ഒരു എലമെന്റ് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കും. അതിന്റെ എനർജി എവിടെ നിന്ന് കിട്ടുന്നു എന്നാണ് അവിടെ ആദ്യത്തെ വേർഡിൽ എഴുതിയേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് ഹൈഡ്രേഷൻ എൻതാൽപ്പി.
ഹൈഡ്രേഷൻ എന്താൽപ്പി. എന്താൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി അല്ലെ, ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു അല്ലെ, പുറത്തു നോക്കാം. അപ്പൊ ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യാനായിട്ട് എമൗണ്ട് ഓഫ് എനർജി എവിടെ നിന്ന് കിട്ടും? വാട്ടറിൽ നിന്ന് കിട്ടും. മനസ്സിലായി? വാട്ടറിൽ നിന്ന് എനർജി കിട്ടി അത് വരും. അപ്പൊ അക്വസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ നടക്കത്തുള്ളൂ. അപ്പൊ വാട്ടറിൽ വരുന്ന സമയത്ത് ആ വാട്ടറിൽ അത് ഓവർകം ചെയ്ത് എനർജി ഓവർകം ചെയ്ത് ഈ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടക്കും. അതുകൊണ്ട് ഇത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ഈ ഒറ്റ ഇക്വേഷൻ ഉള്ളെങ്കിൽ 3 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ. അതുകൊണ്ട് ഇത് കണ്ടമാനം ടൈം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. നിങ്ങൾ ഇത്രയും സമയം പറഞ്ഞതിൽ ഞാൻ കണ്ടോ ഭയങ്കര റിപ്പീറ്റേഷൻ പറഞ്ഞിട്ടില്ല. ഇത് ഭയങ്കര റിപ്പീറ്റേഷൻ ആയിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിൽ ചോദിക്കാറുണ്ട്. ട്രാൻസിഷൻ എലമെന്റ് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ വിച്ച് റിയാക്ഷൻ ആൻഡ് വൈ, അങ്ങനെ ചോദിക്കാം. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവർ എന്ത് ചെയ്യും? ഇങ്ങനെ ചോദിക്കൂല്ലോ ഇവര്. ഇത് ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യുമല്ലോ. CuI2 which is more stable and why in aqueous state. CuI2 which is more stable and why in aqueous state. ആലോചിച്ചിട്ട് പറ, ഞാൻ പറഞ്ഞുതരൂല. നിങ്ങൾ പഠിക്കുമ്പോ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു. CuI ഉണ്ട്, CuI2 ഇൻ വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ ഏതായിരിക്കും മോർ സ്റ്റേബിൾ? ആയിരിക്കും CuI2 ആയിരിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതാണോ സ്റ്റേബിള്, ഇതാണോ സ്റ്റേബിള്? നിങ്ങൾ എഴുതിയേക്കുന്ന വേർഡ് വായിച്ചു നോക്കുക, എന്നിട്ട് പറ. നിങ്ങൾ എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിക്കുക. ആരാ മോർ സ്റ്റേബിൾ എന്ന് പറയുന്നത്? Cu+1 എന്നാണോ Cu+2 ആണോ മോർ സ്റ്റേബിൾ? +2 തന്നെയല്ലേ എഴുതിയേക്കുന്നത്? ഇതിൽ +2 ആരാ? Cu2. ഐഡിയ മനസ്സിലായി? Cu+1 ആണെങ്കിൽ ഇതാണ് കണ്ടോ, ഇത് വെള്ളത്തിലിട്ട് അപ്പൊ തന്നെ എന്ത് പറ്റും? +2 ആയി മാറും. അപ്പൊ ഏതാ മോർ സ്റ്റേബിൾ? CuI2. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇനി ഐക്ക് പകരം വേറെ എലമെന്റ് ഇടാലോ, Cl ഇടാലോ. മനസ്സിലായി? അങ്ങനെ ചോദിക്കും. ഐഡിയ മനസ്സിലായി? ഏതാ മോർ സ്റ്റേബിൾ? ഇതാണോ ഇതാണോ? ഇത്. അതാണ് എഴുതിയേക്കുന്നത് കണ്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ കിട്ടത്തില്ല. +2 മോർ സ്റ്റേബിൾ അങ്ങനെയൊക്കെ അങ്ങനെ എഴുതി വെച്ചേക്കണം കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് റാദർ താൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതി വെക്കുക കേട്ടോ. Cu+2 കേട്ടോ, ഓർത്ത് വെക്കാം. മോർ സ്റ്റേബിൾ എന്നൊക്കെ എഴുതി വെച്ചേക്കണം, മനസ്സിലാക്കണം കേട്ടോ, ഓർത്ത് വെക്കാം. എന്തുകൊണ്ടാ സ്റ്റേബിൾ ആയേ? ഹൈഡ്രേഷൻ എന്താൽപ്പി അല്ലെ. ഇവ രണ്ടുപേരെ പഠിക്കാനല്ലോ, ഹൈഡ്രേഷൻ എന്താൽപ്പി ആൻഡ് ഡിസ്പ്രപ്പോർഷൻ. എന്ന് പറഞ്ഞേ, ഹൈഡ്രേഷൻ എന്താൽപ്പി ആൻഡ് ഡിസ്പ്രപ്പോർഷൻ. അപ്പൊ Cu2 is more stable. This is due to hydration enthalpy and disproportion. എന്നിട്ട് ഈ ഫുൾ എഴുതാൻ നോക്കാം. ടെക്സ്റ്റ് ഞാൻ എഴുതിയേക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. പെട്ടെന്ന് മനസ്സിലേക്ക് ക്ലിക്കായി എടുക്കാൻ നോക്കാം കേട്ടോ. കാരണം Cu വെള്ളത്തിലിട്ട് അപ്പൊ തന്നെ Cu2 ആയി മാറും അല്ലെ. അങ്ങനെയൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓർത്ത് നോക്കാം. അപ്പൊ ആ ക്വസ്റ്റിന്റെ ആദ്യത്തെ ടൈപ്പ് ആണ്. അപ്പൊ നമ്മുടെ ടോപ്പിക് സ്റ്റെബിലിറ്റി ഓഫ് ഫയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതിൽ കോപ്പറിന്റെ കേസിൽ ഏതായിരുന്നു സ്റ്റേബിൾ എന്ന് നമ്മൾ കണ്ടു കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി നമ്മൾ അടുത്തൊരു പോയിന്റ് കേട്ടോ, നെക്സ്റ്റ് പോയിന്റ് എന്ന് എഴുതി. അടുത്ത പോയിന്റ്, the ability of oxygen to stabilize high oxidation states exceed that of fluorine. Full stop. Exceed that of fluorine. Full stop. The highest manganese Mn fluoride is manganese fluoride is MnF4. The highest manganese fluoride MnF4.
എഗ്നാഷ് ഓക്കെ അല്ലേ? പെട്ടെന്ന് കട്ടാകുന്നുണ്ടായി കേട്ടോ, ഒന്ന് എഴുതി വെക്കാം. The ability of oxygen to stabilize high oxidation state exceed that of fluorine. The highest Mn fluoride is MnF4, whereas the highest oxide is Mn2O7. 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 Full stop. റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. എവിടം വരെ എഴുതി മോൻ? ഞാൻ പറയാം, അപ്പോ നോക്കൂ കേട്ടോ. The ability of oxygen to stabilize high oxidation state exceed that of fluorine. അത് അവിടെ വരെ എഴുതിയോ? വിഘ്നാഷ്? ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് exceed that of fluorine. അവിടെ വരെ എഴുതിയോ? ഫുൾ സ്റ്റോപ്പ്. The highest Mn എന്ന് പറഞ്ഞ മാംഗനീസ്, Mn fluoride is MnF4, whereas the highest oxide is Mn2O7. Full stop. എഴുതിയോ അവിടം വരെ? The ability of oxygen, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂഷൻ, അടുത്ത സെന്റൻസ്. The ability of oxygen to form multiple bond to metal explain its superiority. The ability of oxygen to form multiple bond to metals explain its superiority. അപ്പൊ ചോദ്യവും വിത്ത് ആൻസർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. ഇവരുടെ ചോദ്യം ഇതാണ്, MnF4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടേ ഉള്ളൂ. ഇവിടെ നോക്കുക കേട്ടോ, MnF4 കുറെ ഫ്ലൂറിൻ ചെന്നിട്ട് മാംഗനീസിന്റെ അടുത്ത് ചെന്നിട്ട് ഇലക്ട്രോൺ ചോദിക്കുകയാണ്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ഇലക്ട്രോ നെഗറ്റീവ് ആണ് ഫ്ലൂറിൻ. നന്നായിട്ട് പിടിച്ചെടുക്കാനായിട്ട് ചെല്ലുന്ന ആളാണ് ആക്ച്വലി വരുന്നത്. ഓർത്തു വെക്കാം. അപ്പോ ഇയാളാണ് മാംഗനീസ്. ഇവിടെ നിന്ന് ഈ നിങ്ങളൊക്കെ പിടിച്ചു തന്നിട്ട് കേട്ടോ, ഓർത്തു വെക്കാം, ഫ്ലൂറിൻ ആണ് ചെന്ന് ചോദിക്കുന്നത്. എത്ര ഇലക്ട്രോൺ ഉണ്ട് മാംഗനീസിന്റെ അടുത്ത്? മാംഗനീസിന്റെ ഔട്ടർ മോസ്റ്റിൽ എത്രയുണ്ട് നോക്കിയേ. എസില് 2 എണ്ണം, ഡിയിൽ എത്രയുണ്ട്? 5. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 7 ഇലക്ട്രോൺ ഉണ്ട് മാംഗനീസിന്. ഏറ്റവും സ്ട്രോങ് ആയിട്ട് ചെന്ന് ചോദിക്കുന്ന മാംഗനീസ് ചോദിച്ചിട്ട് എന്റെ അടുത്ത് ഫ്ലൂറിൻ ചെന്നിട്ട് എത്ര എണ്ണം കൊടുത്തിട്ടുള്ളൂ? 4. ടോട്ടൽ എത്രയുണ്ട്? മാംഗനീസിന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7. പക്ഷെ എത്ര എണ്ണം കൊടുത്തിട്ടുള്ളൂ? 4. മനസ്സിലായി? ഇതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എങ്ങനെയാ കണ്ടത്? എക്സ് കേട്ടോ. ഇതിന്റെ ഐഡിയ മനസ്സിലായില്ലേ? ഇത് മാംഗനീസ് ഇങ്ങനെ ഇരിക്കുന്നു. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 2 3 4 5 6 7 8. ഇത് ഇത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഉണ്ട്. കണ്ടോ? ഓർത്ത് നോക്കാം. എത്ര ഫ്ലൂറിനെ വന്നിട്ടുള്ളൂ? ഇത് കണ്ടോ, ദേ ഒരു മാംഗനീസിന്റെ അടുത്ത് ഫ്ലൂറിൻ ചെന്നപ്പോ ഇങ്ങനെയാണ് സിറ്റുവേഷൻ. 4 + 3 7. പക്ഷെ ഈ 3 ഇലക്ട്രോൺ കൊടുത്തില്ല. പക്ഷെ ഓക്സിജൻ ചെന്നപ്പോ എല്ലാ ഇലക്ട്രോണും കൊടുത്തു. എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം നിങ്ങളുടെ അടുത്ത്. കണ്ടോ? ഓക്സിജൻ ചെന്നപ്പോ Mn2O7 2 മാംഗനീസും വന്നു അതിന്റെ ഔട്ടർ പോർഷനിൽ അല്ലെ. ഓർത്ത് നോക്കുക, ഒരു ഓക്സിജൻ എത്ര 2 ഇലക്ട്രോൺ വെച്ച് കൊടുക്കണ്ടേ? വൈ? ഇതാണ് ചോദ്യം. എന്തുകൊണ്ട് ഈ മാംഗനീസ്
7 ഫ്ലൂറിൻ കൊടുക്കാഞ്ഞത്? MnF7 ഉണ്ടാവാൻ എന്തുകൊണ്ട്? ഇതാണ് ആദ്യത്തെ ചോദ്യം. MnF7 ഉണ്ടാവുന്നില്ല, ഇത് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് ഓക്സിജൻ കൊടുക്കും, ഓക്സിജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ് കേട്ടോ, ഓർത്ത് നോക്കുക. പക്ഷെ അതിന് കൊടുത്തു, ഇതിന് കൊടുത്തില്ല. വൈ? ഇതാണ് ചോദ്യം. അതിന്റെ റീസൺ ഇവർ പറയുന്നതാണ് ലാസ്റ്റത്തെ വേർഡ്. അപ്പൊ അതിന്റെ ഇത്രയും എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റത്തെ വേർഡ് ആണ് ആൻസർ. ഇതാണ് ദ എബിലിറ്റി ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട്. മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഓക്സിജന് ഡബിൾ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്സിജൻ എന്ത് പറ്റും? ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് ഇട്ട് വരണ സമയത്ത് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ 7 ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യാനായിട്ട്, 7 ബോണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് സിംഗിൾ ബോണ്ട് ഇട്ട് പറ്റില്ല, ഡബിൾ ബോണ്ട് ഇട്ട് പറ്റും. ഐഡിയ മനസ്സിലായോ? ഡബിൾ ബോണ്ട് പുറത്തു വെക്കാം. ഈ ബിൽഡിംഗ് ആണെന്ന് കരുതാം, ഈ ബിൽഡിംഗിലേക്ക് ഓരോരുത്തരെ പിടിച്ച് പുറത്തോട്ട് ഇടാണെന്ന് കരുതാം. എന്ത് ചെയ്യും? നിങ്ങൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ സർക്കസ് കാണിച്ച് നോക്കോ, 2 കൈ കൊണ്ട് പിടിച്ച് രക്ഷപ്പെടാൻ നോക്കൂ. 2 കൈ കൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ബോണ്ട് ഇടും അല്ലെ, ഓർത്ത് വെക്കാം. 2 ഹാൻഡ് ഉപയോഗിച്ച് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഡബിൾ ബോണ്ട് ഇട്ട് നിൽക്കും അല്ലെ. ഇപ്പൊ ഇവിടെ നിന്ന് വീഴാൻ പോവാണ്, അങ്ങനെ ആ ജനലിൽ പിടിക്കുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങൾ 2 കൈ കൊണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഓക്സിജന് ഡബിൾ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. മാംഗനീസിന് ഒരു കൈ ഉള്ളൂ എന്ന് കരുതാം, എന്ത് ചെയ്യും? സിംഗിൾ ബോണ്ടേ പറ്റുള്ളൂ. ആ രീതിയാണ് ആക്ച്വലി വരുന്നത്. ഐഡിയ മനസ്സിലായി? അപ്പൊ മാംഗനീസിന് എന്തുള്ളൂ? സിംഗിൾ ബോണ്ട്. ഓക്സിജൻ എന്തുണ്ട്? ഡബിൾ ബോണ്ട്. ഓർത്ത് നോക്കുക, ഓക്സിജൻ എന്തുണ്ട്? ഡബിൾ ബോണ്ട്. അങ്ങനെ ഡബിൾ ബോണ്ട്, അതാണ് ആ ആൻസറിന്റെ മീനിങ്. ദ എബിലിറ്റി ടു, ഒന്ന് വായിച്ചേ, റിപ്പീറ്റ് ചെയ്തേ. ദ എബിലിറ്റി ടു ഫോം. ആർക്ക് മൾട്ടിപ്പിൾ ബോണ്ട് പറ്റും? ഓക്സിജന്. അതുകൊണ്ട് ഓക്സിജന് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ്, ഇത്ര എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെന്റ് മീനിങ് പുറത്തു പോകുക. ഓക്സിജന് ഡബിൾ ബോണ്ട്, മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും, മറ്റൊന്നിനെ പറ്റില്ല. അതാണ് ആ സ്റ്റേറ്റ്മെന്റ് മീനിങ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇത്രേ ഉള്ളൂ. അപ്പോ നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു അല്ലെ? സ്റ്റെബിലിറ്റി ടു ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോ ഓക്സിജന്റെ കേസ് ഈ Mn2O7 ആണ് ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം, മറക്കരുത്. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി കേട്ടോ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് ഹെഡിങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അതിന്റെ ഇടയിൽ ഒരു കെമിക്കൽ റിയാക്ടിവിറ്റി ഉണ്ട്. കെമിക്കൽ റിയാക്ടിവിറ്റിയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും അതേ പോയിന്റ് ആണ്, അതുകൊണ്ട് അത് എഴുതണ്ട കേട്ടോ, ഓർത്ത് നോക്കാം. അടുത്ത ഹെഡിങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. എത്രാമത്തെ ഹെഡിങ് അത്? 7 അല്ലെ, ഓർത്ത് നോക്കാം. 7 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അണ്ടർലൈൻ ചെയ്യാം. മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്സ്, ദെൻ മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ, ഇങ്ങനെ 4 കുഞ്ഞു പോയിന്റ്സുകൾ എഴുതാനുള്ളത് കേട്ടോ, ഓർത്ത് നോക്കാം. ഡയാമാഗ്നറ്റിക് എന്തായിരുന്നു? ഇവിടെ പറഞ്ഞല്ലേ ഇപ്പം എന്തായിരുന്നു? കംപ്ലീറ്റ്ലി പെയർഡ് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഡയാമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിക് ഹൈഫൺ completely paired electron, completely paired electron, completely paired electron present in a completely paired electron present in a atom. രണ്ടാമത്തെ പോയിന്റ് എഴുതി വെക്കുക. സബ്സ്റ്റൻസ് ആർ റിപ്പൽ ബൈ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. സബ്സ്റ്റൻസ് ആർ റിപ്പൽ ബൈ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തെന്താണ്? പാരാമാഗ്നറ്റിക്. ഓപ്പോസിറ്റ് ആക്കി എഴുതുക കേട്ടോ. പാരാമാഗ്നറ്റിക് ഹൈഫൺ എഴുതി വെക്കുക. പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. പാരാമാഗ്നറ്റിക് ഹൈഫൺ പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. താഴെ ഒരു പോയിന്റ് എഴുതി വെക്കുക. സബ്സ്റ്റൻസ് വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. Substance weakly attracted in a magnetic field. Substance weakly attracted in a magnetic field. അപ്പോ ഈ അൺപെയർഡിന്റെ നമ്പർ കൂടുന്തോറും നമുക്കറിയാം മിഡിലൊക്കെ ഇത് അയൺ കണ്ടോ, അയണിനൊക്കെ എത്രയുണ്ട്? 4 അൺപെയർഡ് ഒക്കെ ഇല്ലേ? അത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് അയണൊക്കെ മാഗ്നറ്റിന്റെ അടുത്ത് അയൺ കൊടുത്തെന്ന് പറ്റും, നന്നായിട്ട് അല്ലെ അട്രാക്ഷൻ വരും. അതുപോലെ പാരാമാഗ്നറ്റിക് എന്നൊക്കെ പറയുമ്പോൾ ഓക്സിജൻ
മാഗ്നറ്റിക് ഫീൽഡ് അട്രാക്റ്റഡ് ആവും. പക്ഷെ നമുക്ക് കാണുമ്പോൾ അത്ര ഫീൽ ചെയ്യില്ല. മോളിക്യൂളിന്റെ ഒരു ഇന്റേണൽ മാഗ്നറ്റിക് മൊമെന്റം ഉണ്ട് ആക്ച്വലി വരുന്നത് കേട്ടോ. പുറത്ത് നോക്കാം. അടുത്ത പോയിന്റ് എഴുതി വെക്കാം. മാഗ്നറ്റിക് മൊമെന്റം. മാഗ്നറ്റിക് മൊമെന്റം mu equal to root of n into n plus 2. മാഗ്നറ്റിക് മൊമെന്റം mu equal to n into n plus 2. ഇനി n എന്താന്ന് എഴുതാം. n number of unpaired electron. n number of unpaired electron. n number of unpaired electron. ഇനി ഇതിനെ വേറൊരു പേരും കൂടി വിളിക്കാറുണ്ട്, സ്പിൻ ഓൺലി കോണ്ടന്റ് നമ്പർ. എന്താ വിളിക്കുക വേറെ പേര്? ഇതിനെ സ്പിൻ ഓൺലി കോണ്ടന്റ് നമ്പർ കേട്ടോ. ഓർത്ത് വെക്കാം, അതും ക്വസ്റ്റൻ ആയിട്ട് വരാറുണ്ട്. ഇനി ഒരു എക്സാമ്പിൾ ക്വസ്റ്റൻ ചെയ്യാൻ നോക്കാം. എക്സാമ്പിൾ മാംഗനീസ്. മാംഗനീസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 4s2 3d5. എത്ര അൺപെയ്ഡ് ഉണ്ട്? എത്ര അൺപെയ്ഡ് ഉണ്ട് പറയും? 5. ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെ ബോക്സ് ഒക്കെ വരച്ചൊക്കെ നോക്കുക കേട്ടോ. കണ്ടോ, ഡീല മാത്രം എടുക്കാവൂ. അപ്പൊ n is equal to 5. അപ്പൊ ന്യൂ ഈക്വൽ ടു എന്ത് കിട്ടുമ്പോ പറഞ്ഞേ? എത്ര കിട്ടി? അല്ലെ 5 into 5 plus 2 അല്ലെ. റൂട്ട് ഓഫ് 5 into 5 plus 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 7. ഡൗട്ട് ഉണ്ടോ? 5 into 7 root 35. റൂട്ട് 35 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? റൂട്ട് 36 എന്ന് പറഞ്ഞാൽ എത്രയാ? 6 ആണ്. അപ്പൊ റൂട്ട് 35 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 5.9 കേട്ടോ. ഓർത്ത് നോക്കാം, 5.9. അപ്പൊ അങ്ങനെ ആൻസർ എഴുതി വെക്കാം, 5.9. 5.9. Then iron Fe. അടുത്ത എക്സാമ്പിൾ Fe. Fe എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും കിട്ടുന്നത്? Fe 26 അല്ലേ? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ എത്ര അൺപെയ്ഡ് ഉണ്ട്? ഡിയുടെ ബോക്സ് ഒക്കെ വരക്കണം കേട്ടോ. 4 അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 4 Fe എന്നൊക്കെ പറയുമ്പോൾ അവിടെ 4 അൺപെയ്ഡ് ആണ് കിട്ടുക. n is equal to 4 കിട്ടും. അപ്പോ ന്യൂ ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് n into n plus 2 അല്ലെ. n എത്രയാ? 4. 4 plus 4 plus 2 എന്ന് പറയുന്നത് എത്ര വരും? റൂട്ട് 24. റൂട്ട് 24 എന്ന് പറയുമ്പോൾ എത്രയാ? നിങ്ങൾക്ക് അറിയാം, റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ റൂട്ട് 24 കണ്ടോ, എല്ലാം അങ്ങനെ കിട്ടുക നിങ്ങൾക്ക്. അപ്പൊ എത്രയായിരിക്കും? 4.9 കേട്ടോ. ശരിക്കും 4.87 ആ വരുന്നത്, പക്ഷെ അത് 9 ആക്കി എടുക്കാം, നമുക്ക് റൗണ്ട് ആക്കാം, അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, 4.9. അപ്പൊ നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് കണ്ടോ, n 4 ആകുമ്പോ 4.9. അപ്പൊ n 3 ആകുമ്പോ എന്തായിട്ട് വരും? 3.9. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. n 2 ആയാൽ എന്ത് വരും? ഓർത്ത് വെക്കാം. n 1 ആയപ്പോ എന്ത് വരും? n 1 ആയ കിട്ടുന്നത് എന്തായിരിക്കും? റൂട്ട് 3 ആണ്. റൂട്ട് 3യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയണം, അത് മാർക്ക് തരൂല. എത്രയാ? 1.7 കേട്ടോ. ഓർത്ത് നോക്കാം, 1.74 അല്ലേ? ഓർത്ത് നോക്കാം. അപ്പോ 7.3 7.4 ആണ്. അപ്പോ ആ വാല്യൂ കാണാതെ അറിഞ്ഞു വെക്കണം. ബാക്കിയൊക്കെ ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഇവർ തിരിച്ചു ചോദിക്കാറുണ്ടത് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാല് അവര് n തരും, എന്നല്ല ഇത് തരും, എന്നിട്ട് കോമ്പൗണ്ട് ചോദിക്കും കേട്ടോ. ഓർത്ത് നോക്കാം, അങ്ങനെ തിരിച്ചു ചോദിക്കും. അപ്പൊ എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ ഇത് 4.9 ആണെങ്കിൽ n എത്രയാ? 4 ആണ്. അപ്പൊ ന്യൂ മാഗ്നറ്റിക് മൊമെന്റ് ന്യൂ ഈസ് ഈക്വൽ ടു 1.74 എന്ന് പറഞ്ഞാൽ n എത്രയായിരിക്കും? 1. ഐഡിയ മനസ്സിലായോ? ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള തട്ടിക്കളഞ്ഞാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? എങ്കിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ച്
എഴുതി വെക്കാം, ക്വസ്റ്റൻ എഴുതി കേട്ടോ. മാഗ്നറ്റിക് മൊമെന്റ് ന്യൂ ഈസ് ഈക്വൽ ടു 3.84. Find the ion. Magnetic moment nu is equal to 3.84. Find the ion. And option തരാം കേട്ടോ, ഓർത്ത് നോക്കാം. Find the ion ഓപ്ഷൻ തരാം. ഏതായിരിക്കും ഓപ്ഷൻ? എ, ബി, സി, ഡി, എഫ്. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഏതായിരിക്കും? ഫസ്റ്റ് വൺ എ എന്ന് പറയുന്ന ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഒരാളുണ്ട്. നെക്സ്റ്റ് എന്തെങ്കിലും പറയണോ? അല്ലെങ്കിൽ കേൾക്കും. ബി, സി, സി എത്ര പേര്? സി 3-4 പേരുണ്ട്. ഡി, എഫ്, എഫില് കുറച്ച് പേരുണ്ട്. ഉണ്ടോ? എഫ് എത്ര പേരുണ്ടോ? 1, 2, 4. എഫ് ആണ് റൈറ്റ്. എന്തുകൊണ്ടാ കേട്ടോ, നോക്കാം. ഇയാള് ഇത് ഫസ്റ്റിലേക്ക് പറയാൻ കാരണം കൊബാൾട്ട് നോക്കിയപ്പോ 3 അൺപെയ്ഡ്, ഇത് ന്യൂ 3.84 വന്നാൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ട്രിക്ക് അല്ലെങ്കിൽ റൂട്ടൊക്കെ ഇട്ട് സ്ക്വയർ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഗൈഡിലെ ആൻസർ. ഇതിന് ആൻസർ ഗൈഡി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ സ്ക്വയർ ഒക്കെ എടുത്ത് വരും, മനസ്സിലായി? n സ്ക്വയർ കണ്ടെത്തും. നമ്മളൊരു ചെറിയ ട്രിക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ n = 3 ആണെന്ന് കിട്ടി. n = 3. അപ്പൊ എത്ര അൺപെയ്ഡ് വേണം? 3 അല്ലെ? ഓർത്ത് നോക്കാം. ഇവിടെ കൊബാൾട്ട് 3+ എന്ന് പറഞ്ഞാൽ എത്ര അൺപെയ്ഡ് ഉണ്ടാവും? കൊബാൾട്ട് 2+ എന്ന് പറഞ്ഞാൽ 3 വരും. ഉണ്ടോ? ഓർത്ത് നോക്കാം. എത്ര? 3d7 അല്ലേ? 3+ എന്ന് പറയുമ്പോൾ എത്ര അൺപെയ്ഡ് വരും? 4 വരും. ശരിയല്ലേ? കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും? 4s0 ഉണ്ടോ? 3d6. 3d6 എന്ന് പറഞ്ഞാൽ എത്ര അൺപെയ്ഡ് ആയി? 4 ആയി. 4 അൺപെയ്ഡ് ആയി. ഇനി നിക്കൽ 2+ എത്ര അൺപെയ്ഡ് വരും? നിക്കൽ 28 അല്ലേ? ഇവിടെ നിന്ന് ഇലക്ട്രോൺ പോയി ഡിയില് അല്ലെ? 2 അൺപെയ്ഡ് ഉണ്ടോ? അപ്പൊ 3 അൺപെയ്ഡ് കിട്ടണം, അത്രേ ഉള്ളൂ വരുന്നത്. ഇനി കൊബാൾട്ട് 4+ എന്ന് പറഞ്ഞാല് എത്ര അൺപെയ്ഡ് വരും? 3d5. 5 അൺപെയ്ഡ് വരും. മനസ്സിലായോ? 5 അൺപെയ്ഡ് വരും. ഐഡിയ മനസ്സിലായോ? ഇനി സിങ്ക് 2+ എത്ര അൺപെയ്ഡ് ആണ്? 0 ആണ്. ഇല്ല. Ni3+. Ni എന്ന് പറയുമ്പോൾ എന്താ? നിക്കലാണ്. ഓൾറെഡി 4s2 3d8 ആണ്. 3+ എന്ന് പറയുമ്പോൾ SC എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യും, D ഒരെണ്ണം റിമൂവ് ചെയ്യും. അപ്പൊ 3d എന്ത് വരും? 7. 3d7 എത്ര അൺപെയ്ഡാ? 3 അൺപെയ്ഡ്. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആൻസർ എഴുതി വെക്കട്ടോ. Ni3+ കണ്ടെയ്നിങ് 3 അൺപെയ്ഡ് ഇലക്ട്രോൺ. കേട്ടോ, ഓർത്ത് നോക്കാം. ഇത്രയും വരെ നിൽക്കട്ടെ കേട്ടോ, ഓർത്ത് നോക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് പഠിച്ചിട്ട് വരണം കേട്ടോ. കാരണം ഇത് നോക്കാതെ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, വെറുതെ ഫാക്റ്റ് ആയിട്ട് മാറും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതൊക്കെ വൈൻഡപ്പ് ചെയ്യണതിന് മുമ്പ് ആ ടോപ്പിക് പറഞ്ഞിട്ട് വിടുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. ഇത്തിരി വൈകുന്ന അറിയാം, എന്നാലും വിട്ടില്ല കേട്ടോ, ഓർത്ത് നോക്കാം. എത്ര ടോപ്പിക് ഇന്ന് പഠിച്ചു അത് പറയണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് പോകണമെന്ന് അതുകൊണ്ട് ക്രിസ് വാശി പിടിക്കണം. ഓക്കെ, ശരി കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞോ അവിടെ നോട്ട് തന്നെ ബാക്കിൽ നിന്ന് പറഞ്ഞു കേട്ടോ, എന്നാലേ പറഞ്ഞു വിടാൻ എളുപ്പമുള്ളൂ എല്ലാവരും കേട്ടോ, ഓർത്ത് നോക്കാം.
ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഇത്രയും വരെ ആദ്യത്തെ ടോപ്പിക് എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിലുള്ള എനിക്ക് വേണം. അതല്ലേ ഞാൻ എടുക്കണേ. ട്രാൻസിഷൻ എലമെന്റ്. സെക്കൻഡ് ടോപ്പിക് ഫിസിക്കൽ പ്രോപ്പർട്ടി. തേർഡ് ഇന്നത്തെ മുതൽ എന്തായിരുന്നു? അയണൈസേഷൻ എന്താൽപി. പിന്നെ ഫോർത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫിഫ്ത്ത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സിക്സ്ത് നോക്കാം മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലേ? ഓർത്തു വെക്കാം. അത്രയല്ലേ ഉള്ളൂ. വേറെ എടുത്താ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടായി കേട്ടോ. ഓർത്ത് വെക്കാം. സെവൻത്ത് ആണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കേട്ടോ. ഓർത്ത് വെക്കാം. 7 ടോപ്പിക് കറക്റ്റ് ഓർഡറിൽ കേട്ടോ. ഓർത്ത് വെക്കാം. വേഗം പറഞ്ഞോട്ടെ. ആരൊക്കെയാണ് റെഡി ആവുന്നത്? ആണോ അവിടെ പോസിറ്റീവ് സൈൻ ചരിഞ്ഞു. ഓക്കെ, അതൊരു സൈനാണ് അവൻ പറഞ്ഞു. ഓക്കെ, അയണൈസേഷൻ താല്പര്യം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടേബിൾ ഒക്കെ വന്നില്ലേ? ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പൊട്ടൻഷ്യൽ 5 ആയി. സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി. കണ്ടോ, സിമ്പിൾ ആണ് അതെല്ലാം. പറഞ്ഞു. മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഓക്കെ, ഓർത്ത് നോക്കാം. ക്രിസേ മോനെ കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ ഫ്രണ്ട് ബാക്കിൽ നിന്ന് പറഞ്ഞോട്ടെ. അവിടെ നിന്ന് പറഞ്ഞു. ആയത് ട്രാൻസിഷൻ എലമെന്റ്. സെക്കൻഡ് നാളെ എക്സാമിന് ചാപ്റ്ററില്ലേ? ഇല്ല, എന്നാ വേണ്ട. അടുത്ത ആള് പറഞ്ഞു. കിട്ടുന്നുണ്ടല്ലോ, വലിയ കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സിൽ ഇത് ചോദിച്ചിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇനി ഏകദേശം നമുക്ക് 4 ടോപ്പിക് ഹെഡിങ് കൂടി ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ആദ്യത്തെ ഏരിയ കഴിയും, ചാപ്റ്റർ കഴിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെയും ചാപ്റ്റർ ഇത്തിരി ലെങ്തി തന്നെയാണ് ആക്ച്വലി. പിന്നെ നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതുപോലെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അത് കഴിഞ്ഞാൽ എഫ് ബ്ലോക്ക്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ ഇത്രയും വരെ പഠിച്ചിട്ട് തന്നെ ഓക്കെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.